ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു കോൺടെക്സ്റ്റ് ആദ്യം പറയാം. IMF-ന്റെ ഒരു പ്രൊജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ GDP അവര് ഈ വർഷം 2025 കലണ്ടർ ഇയറിലേക്ക് അവർ പ്രൊജക്ട് ചെയ്യുന്ന എത്രയാണെന്ന് വെച്ചാൽ $4.19 ട്രില്യൺ ഒരു എക്കോണമിയെ മാറും എന്നൊരു പ്രൊഡിക്ഷൻ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഇന്ത്യ ജപ്പാനെ പിന്തള്ളി ഒരു ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ 4ാമത്തെ ബിഗസ്റ്റ് GDP ഉള്ള രാജ്യമായി മാറുകയാണ്. അപ്പൊ ഇത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിട്ട് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. കാരണം ഈ ന്യൂസ് വന്നപ്പോൾ ഒരുപാട് ഇന്ത്യൻ മീഡിയ അത് സെലിബ്രേറ്റ് ചെയ്തു. കാരണം ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറുന്നു. അപ്പൊ നമ്മുടെ മുമ്പിൽ അമേരിക്ക, ചൈന ഒക്കെയാണുള്ളത്. അപ്പൊ അത് കാരണം നമുക്ക് പണ്ട് മുതലേ നമുക്ക് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ദാരിദ്ര്യത്തിന്റെ ഒരു ഇമേജറിയാണ് പണ്ട് മുതലേ വെസ്റ്റേൺ വേൾഡിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഓരോ ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമ്മുടെ രാജ്യം പുരോഗമിച്ചു അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ശക്തിയായി മാറുന്നു എന്ന് കേൾക്കുമ്പോൾ അത് അഭിമാനിക്കാവുന്ന, സന്തോഷിക്കാവുന്ന ഒരു വാർത്തയാണ്. പക്ഷേ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ അറ്റ് ദ സെയിം ടൈം ഇതിന് കുറച്ച് വിമർശനങ്ങളും വന്നു. പ്രത്യേകിച്ചും ഇതൊരു ഭരണ നേട്ടമായിട്ട് നമ്മുടെ സർക്കാർ മുമ്പിലേക്ക് കാണിക്കുകയുണ്ടായി. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പൊളിറ്റിക്സ് വെച്ചിട്ട് അതിന്റെ പ്രതിപക്ഷം അതിന്റെ ഒരു മറുവശം പറയാൻ തുടങ്ങി. അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ GDP വർദ്ധിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് അതിന്റെ ഒരു വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം. അപ്പോൾ കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതായിട്ട് കാണുന്നില്ല. GDP വർദ്ധിക്കുന്നെങ്കിൽ ഇവിടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അതനുസരിച്ച് മെച്ചപ്പെടണം, ശമ്പളം വർധന ഉണ്ടാവണം, അങ്ങനെയൊന്നും കാണുന്നില്ല. എല്ലാവരും 90% ആൾക്കാരും ബെയർലി സർവൈവിംഗ് ആണ് ഇപ്പോഴും. അപ്പൊ ഇത് ഇങ്ങനെ അങ്ങനെയുള്ള ചില ഡിസ്കഷൻസ് വന്നപ്പോൾ ചില ഈ മറ്റേ അശോക് രാജഗോപാലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ റൈറ്റ് വിങ് സ്പിൻ ഡോക്ടർമാർ രംഗത്ത് വരും. അപ്പോഴത്തേക്കും ചാടി ഇറങ്ങും. അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഭരണപക്ഷത്തിന്റെ വാദങ്ങളെ ന്യായീകരിക്കണം. അപ്പൊ അങ്ങനെ മുമ്പോട്ട് വന്നൊരു വാദം, അതിനകത്തെ എത്ര ബാലിശമാണത്, അത് ഒരു വലതുപക്ഷ വാദത്തിന്റെ ഒരു പൊള്ളത്തരമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ വാദമായിട്ട് ഇപ്പൊ മുമ്പോട്ട് വന്നിരിക്കുന്ന നമ്മുടെ രവിചന്ദ്രനാണ്, രവിചന്ദ്രൻ. അദ്ദേഹം നമുക്കറിയാം പലപ്പോഴും വളരെ ഔട്ട്ലാൻഡിഷ് ക്ലെയിം ഒക്കെ നടത്താറുണ്ട്, വളരെ കേശവമാമൻ ലെവൽ കോൺസ്പിറസി തിയറികൾ പറയാറുണ്ട്. അതുപോലെ ഒരു സംഗതിയാണ് ഇത് പക്ഷെ വളരെ കോമൺ ആയ ഒരു റൈറ്റ് വിങ് റെറ്റോറിക് കൂടിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. GDP ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ക്യാപിറ്റലിസത്തിനെയും അല്ലെങ്കിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ കാണാതെ അല്ലെങ്കിൽ അതിനെ അവഗണിക്കാനായിട്ട് GDP മുതലായ ചില മെട്രിക്സ് ഉപയോഗിക്കുന്നതിന്റെ ഒരു പരിപാടിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ബേസിക്കലി അദ്ദേഹം ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ GDP-യുടെ കണക്കിലെ ചില കളികൾ ഉപയോഗിച്ച് ഒരു നമ്പർ അദ്ദേഹം കണ്ടുപിടിക്കുകയാണ്. അദ്ദേഹം കണ്ടുപിടിക്കുന്ന ആ മാജിക് നമ്പർ എന്താണെന്ന് വെച്ചാൽ ഓരോ ഇന്ത്യക്കാരനും ശരാശരി 10 ലക്ഷം രൂപയുടെ അടുത്ത് വാർഷിക വരുമാനമുണ്ട് എന്നുള്ള ഒരു കണക്കിലേക്ക് അദ്ദേഹം എത്തുകയാണ്. 37 എന്നാൽ PPP അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ ഞാൻ പറഞ്ഞു 11.938 വരുന്നുണ്ട്. ഇതിന്റെ വാല്യൂ ഇനി ഒരു ഇന്ത്യക്കാരന്റെ പ്രതിശീർഷ വരുമാനം ഇന്ത്യൻ റുപ്പിയിൽ എടുത്താൽ എത്ര ഉണ്ടെന്ന് നോക്കാം. 2,40,000 രൂപയാണ് ഒരു ഇന്ത്യക്കാരന്റെ പ്രതിശീർഷ വരുമാനം. ഒരു വർഷം അവന് 2,48,000 കിട്ടുന്നുണ്ട് ഓരോ ഇന്ത്യക്കാരൻ. അത് PPP എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 9,95,000 വെച്ച് കിട്ടുന്നുണ്ട്. നിനക്ക് ഒരു വർഷം എത്ര ഉണ്ട് വരുമാനം എന്ന് നീ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നിനക്കറിയാം 2,48,000 കൂടുതലായിരിക്കും അല്ലേ. 9,95,000 ചിലപ്പോൾ വരുമായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പൊ അതെങ്ങനെയാണ് കണക്കിലേക്ക് എത്തുന്നതെന്നും എന്തുകൊണ്ട് ഇത് വളരെ റോങ് ആണെന്നും ഇത് ഒരിക്കലും നമുക്ക് എന്താ പറയാ ഒരു എക്കണോമിക്സിന്റെ ABCD അറിയാവുന്ന ഒരാളും ഇത് ശരിയാണെന്ന് പറയില്ല. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ റൈറ്റ് വിങ് വാദികൾ പറയുന്നതെന്നും നമുക്ക് അതിനകത്ത് പൊള്ളത്തരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. അപ്പൊ ഈ GDP കൂടുമ്പോൾ ശരിക്കും GDP എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അറിയോ പ്രതീക്ഷ GDP-യെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ? എനിക്കൊന്നും അറിയില്ല. GDP സംഭവം എന്താണെന്ന് വെച്ചാൽ അതൊരു ഒരു വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ആക്ടിവിറ്റി അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്. അപ്പൊ GDP ശരിക്കും പറഞ്ഞാൽ അത് ആ GDP എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം ഒരു രാജ്യത്തിന്റെ ബൗണ്ടറിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആകെ മൊത്തം സർവീസുകളുടെയും ഗുഡ്സിന്റെ ആകത്തുക എന്നുള്ളതാണ്. അത് ഒരു കോംപ്ലക്സ് കാൽക്കുലേഷൻ ആണ്. ബേസിക്കലി അത് GDP ഇത്രയാണ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രാജ്യത്തെ ആ വർഷത്തെ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ആകത്തുക ഇത്രയുമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു കോംപ്ലക്സ് കാൽക്കുലേഷൻ ആണ്. ഒരുപാട് കാര്യങ്ങൾ, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, പിന്നെ അതുപോലെ കൺസംഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. ബേസിക്കലി ഇത്ര മനസ്സിലാക്കിയാൽ മതി. GDP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ കണക്കാണ്. അല്ലെങ്കിൽ ഈ GDP ഇപ്പം ഇന്ത്യയുടെ GDP 4.19 ട്രില്യൺ ആണ് എന്ന് പറയുമ്പോൾ ഇപ്പോ അതിലെ 1 ട്രില്യൺ അംബാനിയുടെ, 1/2 ട്രില്യൺ അദാനിയുടെ, അങ്ങനെയൊന്നും ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു കണക്കല്ല അത്. അത് ആ രാജ്യത്തിന്റെ കണക്ക്. GDP രാജ്യത്തിന്റെ കണക്കിലാണ്. രാജ്യത്തിൽ മൊത്തം നടന്ന എക്കണോമിക് ആക്ടിവിറ്റികളുടെ പ്രൊഡക്ഷന്റെ ആകത്തുക, അതാണ് GDP. ഓക്കെ. അപ്പൊ ഈ റൈറ്റ് വിങ് ആൾക്കാർക്ക് ഇത് വളരെ പ്രിയങ്കരമായ ഒരു സംഗതിയാണ് GDP. കാരണം പലപ്പോഴും നമ്മൾ ഒരു രാജ്യത്തിന്റെ എക്കോണമി എത്രത്തോളം പെർഫോം ചെയ്യുന്നു, ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് GDP കൂട്ടുപിടിക്കാറുണ്ട്. പക്ഷെ ഇതൊരു വളരെ വളരെ റോങ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഈ GDP ഇനി നമുക്ക് വേറെ പുതിയൊരു ഇൻഡെക്സ് കൂടി പരിചയപ്പെടാം. അതെന്താണെന്ന് വെച്ചാൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. പെർ ക്യാപിറ്റ ഇൻകം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ പ്രതിശീർഷ വരുമാനം എന്ന് മലയാളത്തിൽ പറയും.
അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു വ്യക്തിക്ക് ഒരു രാജ്യത്തിൽ ലഭിക്കുന്ന വരുമാനത്തിന്റെ തുക എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ആ ടേം വരുന്നത്, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ GDP പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട്, ഇൻകം പെർ ക്യാപിറ്റ ഉണ്ട്, അത് വ്യത്യസ്തമാണ്. അപ്പൊ ഈ പ്രതിശീർഷ വരുമാനം GDP-യുടെ കണക്കിൽ പറയുമ്പോൾ അവിടെ ബേസിക്കലി നമ്മൾ പറയുന്നത് രാജ്യത്തിന്റെ GDP, രാജ്യത്തിന്റെ എക്കണോമിക് ആക്ടിവിറ്റി അവിടുത്തെ പോപ്പുലേഷൻ അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ഒരു വ്യക്തിക്ക് എത്ര ഷെയർ വരും എന്നുള്ളതിന്റെ ഒരു കണക്കാണ്. ബേസിക്കലി അത് ആ വ്യക്തിക്ക് എത്ര വരുമാനം ലഭിക്കുന്നു എന്ന് പറയുന്നതേ ഇല്ല. പകരം രാജ്യത്തിന്റെ എക്കണോമിക് ആക്ടിവിറ്റി അവിടുത്തെ അവിടുത്തെ പോപ്പുലേഷനായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ കണക്കിൽ നോക്കുമ്പോൾ ആ രാജ്യത്തെ GDP എത്രയുണ്ട് എന്ന് പറയുന്നതാണ് GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത്. അപ്പോ ഈ സംഗതി എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ഇതൊരിക്കലും ഇപ്പോ പ്രതീഷിനോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കോ എത്ര വരുമാനം കിട്ടുന്നു എന്ന് ആക്ച്വലി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡെക്സ് അല്ല. പകരം രാജ്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഇന്ത്യക്ക് ഒരു GDP ഉണ്ട്, നേപ്പാളിന്റെ ഒരു GDP ഉണ്ട്. അപ്പൊ ഇന്ത്യ വലിയൊരു രാജ്യമായതുകൊണ്ട് ഇവിടുത്തെ GDP-യുടെ എമൗണ്ട് കൂടുതലായിരിക്കും. നേപ്പാൾ ചെറിയൊരു രാജ്യമാണ്, അവിടുത്തെ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമുക്ക് അവിടുത്തെ ജനങ്ങളുടെ പോപ്പുലേഷന്റെ വലിപ്പത്തിനനുസരിച്ച് അപ്പം ആ GDP-യുടെ ഷെയർ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കി നോക്കിയാൽ എത്രത്തോളം വരും എന്ന് അറിയാൻ വേണ്ടി കമ്പാരിസന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. മറിച്ച് ഇതിനകത്ത് വേറെ കാര്യം കൂടി ഉണ്ട്, അത് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടും കൂടി നമുക്ക് ഉപയോഗിക്കാം. അതായത് ഒരു രാജ്യത്ത് ഒരു വർഷം ഇത്രയധികം എക്കണോമിക് ആക്ടിവിറ്റി നടന്നു, ആ എക്കണോമിക് ആക്ടിവിറ്റി ആ ഒരു പൈയുടെ ഷെയർ കൃത്യമായി ഓരോ വ്യക്തികളിലേക്കും എത്തിയാൽ, അങ്ങനെ ഒരിക്കലും എത്തുന്നില്ല, അങ്ങനെ കൃത്യമായി ഓരോ വ്യക്തിക്കും അതിന്റെ ആ ഫ്രൂട്ട് എത്തിയാൽ ഒരു വ്യക്തിക്ക് എത്ര കിട്ടും എന്നുള്ള ഒരു ഇൻഡിക്കേറ്ററും കൂടിയാണ്. അപ്പൊ അങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടും ഒരു കമ്പാരിസൺ ടൂൾ ആയിട്ടും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് GDP പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ഇൻഡെക്സ്. പക്ഷെ ഇതിനെ വളരെ വ്യാപകമായി ആൾക്കാർ മിസ്യൂസ് ചെയ്തിട്ട് ഇതാണ് ഒരു രാജ്യത്തിലെ ആളുടെ വരുമാനം എന്നങ്ങ് സ്ഥാപിക്കും. കാരണം ആ വാക്കിൽ തന്നെ പെർ ക്യാപിറ്റ ഇൻകം എന്നുണ്ടല്ലോ, പ്രതിശീർഷ വരുമാനം. പക്ഷെ നമ്മൾ ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ഡസ് ഇറ്റ് ആക്ച്വലി റെപ്രസെന്റ് യുവർ ആക്ച്വൽ ഇൻകം എന്ന് ചോദിച്ചാൽ ഡസന്റ് റെപ്രസെന്റ് അറ്റ് ഓൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഈ ഒരു കണക്ക് ഉപയോഗിച്ച്, ഈ പെർ ക്യാപിറ്റ ഇൻകം ഉപയോഗിച്ച് രവിചന്ദ്രൻ ഒരു US-ലെ ജനങ്ങൾക്ക് എത്രയാണ് അവർക്ക് ലഭിക്കുന്ന വാർഷിക വരുമാനം, ഇന്ത്യയിലെ വ്യക്തികൾക്ക് ലഭിക്കുന്ന വാർഷിക വരുമാനം എത്രയാണ് എന്നൊരു കണക്ക് അങ്ങ് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് ആ കണക്ക് നമുക്ക് നോക്കാം, വളരെ രസമായിട്ടുള്ള ഒരു കണക്കാണ്. ആ കണക്കും അദ്ദേഹം ഈ GDP വെച്ചിട്ട് കണ്ടുപിടിച്ച കണക്കും യഥാർത്ഥത്തിൽ ആൾക്കാർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ കണക്കും വരുമാനത്തിന്റെ കണക്കും നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഇന്ത്യയിലെ പ്രതിശീർഷ വരുമാനം 2800 അല്ലെ 2900 രൂപയാണ് ഇന്ത്യയിൽ ഒരാൾക്ക് ഒരു വർഷം കിട്ടുന്നത് പ്രതിശീർഷ വരുമാനം. 2900 രൂപ ഡോളേഴ്സ്. അമേരിക്കയിൽ ഒരാളുടെ മാസ ശമ്പളം തന്നെ 2900 രൂപയാണ്. അമേരിക്കയിലെ പ്രതിശീർഷ വരുമാനം ഇപ്പോൾ 2025 അടിച്ചു നോക്കി കഴിഞ്ഞാൽ 90,000 അമേരിക്കൻ ഡോളേഴ്സാണ്. അത് ഞാൻ എബൌട്ട് പറഞ്ഞാണ്. ഒരു വർഷം അവർക്ക് 90,000 രൂപ കിട്ടുന്നുണ്ട്. 90,000 അല്ല എല്ലാവർക്കും കിട്ടുന്നത്, എല്ലാവർക്കും 5 ലക്ഷം 11 ലക്ഷം 20 ലക്ഷം ഒക്കെ കിട്ടുന്നവരുണ്ടാവും. പക്ഷെ മിനിമം ഏതാണ്ട് 90,000 പേര് കിട്ടുന്നുണ്ട്. അപ്പോൾ മാസ ശമ്പളം ഒന്ന് കൂട്ടി 90 ഡിവൈഡ് ബൈ 12 ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. ഡു ദ മാത്ത്. അതാണ് അവരുടെ മാസമായിട്ട് അവർക്ക് കിട്ടുന്നത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ എത്ര? $2,900 ആണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ആദ്യം USA ഒരു കണക്ക് പറയുന്നുണ്ട്. USA ഒരാൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് മിനിമം $90,000 $90,000 ഒരു വർഷം ലഭിക്കുന്നു. GDP വെച്ച് കണക്ക്, അതായത് US-ന്റെ GDP എടുക്കുന്നു, ആ GDP ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ഓഫ് USA. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്ന ആ എമൗണ്ട് എന്ന് പറയുന്നത് 90,000 ആണ്. റഫ്ലി 90,000 ആണ്. അതുകൊണ്ട് 90,000 ആണ് അവിടെ ഓരോ വ്യക്തിയുടെയും വാർഷിക വരുമാനം എന്നാണ് പറയുന്നത്. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ US-ലെ എല്ലാ വ്യക്തികളും വർക്ക് ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം, അവിടെ വർക്ക് ചെയ്യാത്തൊരു ഓൾഡ് ഏജ് പോപ്പുലേഷൻ ഉണ്ട്, കുട്ടികളുണ്ട്, പിന്നെ അതുപോലെ ഹൗസ് വൈഫായിട്ട് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്, വർക്ക് ചെയ്യാത്ത ആൾക്കാർ ഒരുപാട്, അങ്ങനെ ഒരു വർക്ക് ചെയ്യാത്ത വലിയൊരു പോപ്പുലേഷൻ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ GDP എടുത്ത് എല്ലാവരിലേക്കും ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു സംഗതി തന്നെ തെറ്റാണ്. എന്നിട്ട് അതാണ് ഓരോരുത്തർ വരുമാനം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. കാരണം വർക്കിംഗ് പോപ്പുലേഷന് മാത്രമേ വരുമാനമുള്ളൂ ആക്ച്വലി. അതൊക്കെ മാറ്റി നിർത്തിയാൽ പോലും അദ്ദേഹം പറയുന്നത് എത്രയാണെന്ന് വെച്ചാൽ $90,000 ആണ് മിനിമം വരുമാനം എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. മിനിമം വരുമാനം. പിന്നെ പറയുന്നത് 90,000 മിനിമം, പിന്നെ ചിലർക്ക് 5 ലക്ഷം 10 ലക്ഷം ഒക്കെ കിട്ടും എന്ന് വളരെ കാഷ്വലായിട്ട് അങ്ങ് പറഞ്ഞു പോവുകയാണ്. പക്ഷെ ഇത് എന്താണ് യഥാർത്ഥ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ആക്ച്വലി ശരിക്കും US-ലെ ഒരു വ്യക്തിയുടെ വരുമാനം എത്രയാണെന്ന് അറിയണമെങ്കിൽ അതിന്റെ ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പം നമുക്കൊരു GDP-യുടെ കണക്കുകൾ നമുക്ക് ലേറ്റസ്റ്റ് പ്രൊജക്ഷൻ ഉണ്ടെങ്കിലും ഈ വരുമാനത്തിന്റെ കണക്കുകൾ എപ്പോഴും ടാക്സ് ഒക്കെ ഫയൽ ചെയ്ത് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പൊ എപ്പോഴും നമുക്ക് കുറച്ച് ബാക്കിലേക്കുള്ള കിട്ടുള്ളൂ. അപ്പം ആ കണക്ക് US സെൻസസ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 2022 ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികളുടെയും ഇൻകമിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് അതിന്റെ മീഡിയൻ, അതായത് അതിന്റെ നടുക്കുള്ള വാല്യൂ. അപ്പം മീഡിയൻ എടുക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഒരുപാട് എക്സ്ട്രീം, കാരണം US-ൽ ഒരുപാട് ഇൻകം ഇനിക്വാളിറ്റി ഉണ്ട്. എക്സ്ട്രീമിലൊക്കെ ഭയങ്കര വെൽത്തി എലോൺ മസ്കിനെ പോലുള്ള ആൾക്കാരുണ്ട്. എങ്കിൽ മീഡിയൻ വാല്യൂ എടുക്കുമ്പോൾ ആ എക്സ്ട്രീമിറ്റീസിനെ ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യും. അപ്പോൾ മീഡിയൻ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ $47,000 ആണ്. അദ്ദേഹം പറഞ്ഞു മിനിമം 90,000 ലഭിക്കുന്നു, പിന്നെ 5 ലക്ഷം 10 ലക്ഷം വരെയൊക്കെ പോകും എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ആക്ച്വലി ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു മീഡിയൻ വാല്യൂ എന്ന് പറയുന്നത് 47,000 ആണ്.
ഇനി നമുക്കത് ഓക്കെ, അതിനകത്ത് ഫുൾ ടൈം ജോലി ചെയ്യുന്നവരുണ്ട്, പാർട്ട് ടൈം ജോലി ചെയ്യുന്നവരുണ്ട്, അതൊക്കെ മാറ്റിയിട്ട് ഫുൾ ടൈം ജോലി ചെയ്യുന്നവരുടെ മാത്രം കണക്കെടുത്ത് നോക്കിയാൽ $60,000 ആണ്. ഇത് US സെൻസസ് ബ്യൂറോയുടെ കണക്കാണ്. അപ്പോ അവിടെ ഇത് ആക്ച്വലി മീഡിയൻ അല്ലേ? ദിസ് ഈസ് ഓൾസോ നോട്ട് റെപ്രസെന്റിംഗ് ദ ഹോൾ. ഐ തിങ്ക് ഇറ്റ് ഈസ് ഒരിക്കലല്ല, മീഡിയൻ ആണ്. മീഡിയൻ ആണ്, ഒരു നടുക്കുള്ള ഒരു വാല്യൂ എന്നേ ഉള്ളൂ. ഉം. അപ്പോ $60,000 ആണ് ആ നടുക്കുള്ള വാല്യൂ പോലും. പക്ഷെ ഇദ്ദേഹം പറഞ്ഞെന്താണ്? ഇദ്ദേഹം പറഞ്ഞത് മിനിമം $90,000 ആണെന്നാണ്. 90,000 അല്ല എല്ലാവർക്കും കിട്ടുന്നത്. എല്ലാവർക്കും 5 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം ഒക്കെ കിട്ടുന്നവരുണ്ടാവും. പക്ഷെ മിനിമം ഏതാണ്ട് 90,000 പേര് കിട്ടുന്നുണ്ട്. അപ്പൊ മാസ ശമ്പളം ഒന്ന് കൂട്ടി 90 ഡിവൈഡ് ബൈ 12 ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. അങ്ങനെ ആ GDP വെച്ചിട്ട് ഇതാണ് വരുമാനം എന്ന് സ്ഥാപിക്കുകയാണ്. പക്ഷെ ഒരിക്കലുമല്ല, ഇതൊരിക്കലും ആക്യുറേറ്റ് റെപ്രസെന്റേഷൻ അല്ല. ശരിക്കും ആൾക്കാർക്ക് എത്ര വരുമാനം ഉണ്ട് എന്നുള്ളതിന്റെ റെപ്രസെന്റേഷനേ അല്ല. ഇനി നമ്മൾ US ഹൗസ് ഹോൾഡിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ അതിന്റെയും കൃത്യമായ കണക്കുകൾ അവരുടെ ഗവൺമെന്റിന്റെ കണക്കുകൾ തന്നെ നമ്മുടെ മുമ്പ് അവൈലബിൾ ആണ്. 2023 US ഹൗസ് ഹോൾഡ് ഇൻകം എന്ന് പറയുന്നത് $80,000 ആണ്. ഹൗസ് ഹോൾഡ് ഇൻകം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു മൂന്നാമതൊരാളും കൂടെ അവിടെ ഇൻകം ഏർണിംഗ് ആയിട്ടുണ്ടാവാം. ഒരു ഹൗസ് ഹോൾഡിലുള്ള ശരാശരി ഇൻകം പോലും $90,000 എത്തുന്നില്ല. ഇതാണ് ആക്ച്വൽ കണക്ക് US. ഇനി നമുക്ക് ഇന്ത്യയിലെ കണക്ക് നോക്കാം. ഇന്ത്യയിലെ കണക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടതാണല്ലോ. ഇദ്ദേഹം ഇന്ത്യയിലെ കണക്കെടുക്കുമ്പോൾ കുറച്ചൊരു വ്യത്യാസമായിട്ട് GDP അതേപോലെ, നോമിനൽ GDP അതേപോലെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ വ്യക്തിയുടെയും വരുമാനം ഇത്രയുമാണ് എന്നല്ല പറയുന്നത്. പകരം ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയുടെ കോസ്റ്റ് ഓഫ് ലിവിംഗും US കോസ്റ്റ് ഓഫ് ലിവിംഗും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ പുതിയൊരു രീതിയിൽ നമ്മൾ നോക്കണം. അത് പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറഞ്ഞിട്ട് PPP ഒരു സംഗതി കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ: $100 US എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും, എത്രത്തോളം സർവീസ്, ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇന്ത്യയിൽ ഇതേ $100 കൊണ്ട് എത്രത്തോളം സാധനം വാങ്ങിക്കാൻ പറ്റും നോക്കുമ്പോൾ ഇന്ത്യയിലെ പർച്ചേസിംഗ് പവർ കൂടുതലാണ്. ആ US ഇന്ത്യയിൽ മൂല്യം കൂടുതലാണ്. കുറച്ചും കൂടി കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇവിടെ കുറവായതുകൊണ്ട് കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കൺവേർഷൻ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമ്മളുടെ ഇവിടുത്തെ GDP ഈ 4.19 ട്രില്യൺ എന്നുള്ള GDPയുടെ ആക്ച്വൽ കണക്ക് എന്ന് നോക്കുമ്പോൾ 17 ട്രില്യന്റെ അത്രയും എത്തുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ബേസിക്കലി നമ്മൾ ഒരു മൂന്നാമത്തെ എക്കണോമിക് പവർ ആയിട്ട് മാറുന്നുണ്ട് ഈ പർച്ചേസിംഗ് പവർ പാരിറ്റി വെച്ച് നോക്കുമ്പോൾ. അത് ഇറ്റ് മേക്സ് സെൻസ്. പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ആക്ച്വൽ നമുക്ക് ആ പൈസ കൊണ്ട് ഇന്ത്യയിൽ ഈ US വില എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ഈ 17 ട്രില്യൺ GDP ഇന്ത്യയിലുള്ള എല്ലാ പോപ്പുലേഷനുമായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അത് PPP, പർച്ചേസിംഗ് പവർ പാരിറ്റി പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ള സാധനം. അപ്പൊ PPP, GDPയുടെ PPP പർച്ചേസിംഗ് പവർ പാരിറ്റി നോക്കിയിട്ട് അതിന്റെ ഈ പെർ ക്യാപിറ്റ ഇൻകം നോക്കുമ്പോൾ എത്രയാണ് ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ വരുമാനം എന്ന് നോക്കുമ്പോൾ ഏകദേശം $11,000 ഒരു വർഷം ഓരോ ഇന്ത്യക്കാരന് ലഭിക്കുന്നു. ഇദ്ദേഹത്തിന്റെ കണക്കാണ്, ഇദ്ദേഹം പറയുന്നതാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്ന പറച്ചിൽ വെച്ചിട്ട് ഏകദേശം 9,95,000 ഓരോ ഇന്ത്യക്കാരൻ. അത് PPP എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 9,95,000 വെച്ച് കിട്ടുന്നുണ്ട്. നിനക്ക് ഒരു വർഷം എത്ര ഉണ്ട് വരുമാനം എന്ന് നീ കൂട്ടി നോക്കി കഴിഞ്ഞാൽ നിനക്കറിയാം. 2,48,000 കൂടുതലായിരിക്കും അല്ലേ? 9,95,000 ചിലപ്പോൾ വരുമായിരിക്കും, എനിക്കറിയത്തില്ല. 5,000 കുറവുള്ളൂ 10 ലക്ഷത്തിന്. നമുക്കൊരു കാര്യം, ഇത്രത്തോളം തള്ളിയ സ്ഥിതിക്ക് ഒരു 5,000 കൂടെ നമുക്ക് ഇടാം. അപ്പൊ ഇദ്ദേഹത്തിന്റെ 10 ലക്ഷം റൗണ്ട് ആക്കാം നമുക്ക്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കണക്ക് പ്രകാരം ഈ പർച്ചേസിംഗ് പവർ പാരിറ്റി GDPയുടെ കണക്കിൽ പെർ ക്യാപിറ്റ ഇൻകം ഓരോ ഇന്ത്യക്കാരനെ നോക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും 10 ലക്ഷം രൂപ വരുമാനമുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇതൊക്കെ, ഈ എക്സർസൈസ്, ഈ ഗിമിക് എന്തുകൊണ്ടാണ് നടത്തുന്നത് നമുക്ക് അതിനു മുമ്പ് നമുക്ക് ആക്ച്വലി ഇന്ത്യയിൽ എത്രയാണ് ഇൻകം എന്ന് നമുക്ക് നോക്കണം. ഇന്ത്യയിലെ ഒരാൾക്ക് ആക്ച്വൽ എത്ര ഇൻകം ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം, ഒരു ശരാശരി ഇന്ത്യക്കാരന് വർഷം 10 ലക്ഷം ലഭിക്കുന്നില്ല എന്നുള്ള ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാം. അപ്പൊ ഇതിനകത്ത് ഈ വേൾഡ് ഇനിക്വാലിറ്റി ഡാറ്റാബേസ് അങ്ങനെ മുതലായ ആൾക്കാർ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആക്ച്വൽ നമ്പേഴ്സ് നമുക്കറിയാം. അതും അഗെയിൻ മോസ്റ്റ് റീസെന്റ് അല്ല, കാരണം കുറച്ച് മുമ്പോട്ടേക്കുള്ള 2022-2023 കാലഘട്ടത്തിലെ കണക്കാണിത്. എങ്കിലും അത് ആ സമയത്ത് നിന്ന് ഇപ്പോഴത്തേക്ക് കാര്യമായ വ്യത്യാസം നമുക്ക് പറയാനില്ല. അപ്പൊ ബേസിക്കലി ആ സമയത്ത് നമ്മളുടെ ഇൻകം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി ഇൻകം ഇത്രയുമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇൻകം ഇനിക്വാളിറ്റിയും വെൽത്ത് ഇനിക്വാളിറ്റിയും അതിരൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പെർസെന്റേജിൽ ഓരോ ലെവലിലുള്ള ആൾക്കാർ എത്രത്തോളം ഇൻകം ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ 50% ആൾക്കാരുടെ വാർഷിക വരുമാനം 71,000 റുപ്പീസ് ആണ്. ഇന്ത്യൻ റുപ്പീസ് 71,000. 10 ലക്ഷത്തിൽ നിന്ന് 70,000 വർഷത്തിൽ 50% ആൾക്കാരുടെ 50% ആൾക്കാർ, അതായത് ഇന്ത്യയിലെ പകുതി ആൾക്കാരുടെ വാർഷിക വരുമാനം 70,000 രൂപയാണ്. 71,000. ഇനി നമ്മൾ ഈ മറ്റേ മിഡിൽ എന്താ പറയാ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഈ മിഡിൽ 40%, ഇത് ബോട്ടം 50%ന്റെ കണക്കാണ്. ഇനി മിഡിൽ 40%ന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ വാർഷിക വരുമാനം
1,65,000 രൂപയാണ്. ഇപ്പൊ എത്രയായി? ഇന്ത്യയിൽ 90% ആൾക്കാരുടെ കണക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പോട്ടെ, നമ്മൾ ഈ 50% എത്ര ഉണ്ടെന്ന് തന്നെ വെച്ചു. 1,00,000 ഈ 90% ആൾക്കാർക്ക് ഇത്രയും കിട്ടുന്നുണ്ടെന്ന് തന്നെ വെച്ചോളൂ. എങ്കിലും വേർ ആർ വി സ്റ്റാൻഡിങ്? 10 ലക്ഷത്തിൽ നിന്ന് നമ്മൾ എവിടെ എത്തി നോക്ക്. 10 ലക്ഷത്തിൽ നിന്ന് നമ്മൾ 2 ലക്ഷത്തിൽ താഴേക്ക് എത്തി. അപ്പൊ 90% ആൾക്കാർ 2 ലക്ഷം രൂപ പോലും വാർഷിക വരുമാനം ഇല്ലാത്ത ഒരു രാജ്യത്തിൽ ഇരുന്നിട്ടാണ് നമ്മൾ പറയുന്നത് GDP-യുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 10 ലക്ഷമാണ് വരുമാനം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഇതിന്റെ ഈ ഇൻകം ഇനിക്വാളിറ്റിയുടെ ഒരു രൂക്ഷമായ അവസ്ഥ മനസ്സിലാവണമെങ്കിൽ ടോപ്പ് 1% എത്രയാണ് അവർ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ടോപ്പ് 1% എത്ര ഉണ്ടാക്കുന്നത് നോക്കുക. നമുക്ക് അതിഭീകരമായ ഒരു കണക്കാണ്. അവരുടെ ആവറേജ് ഇൻകം ബേസിക്കലി അതായത് ഇത് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വർഷത്തിൽ ഒരു 3 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ യു ആർ ഇൻ ദ ടോപ്പ് 10%. ഇന്ത്യയിലെ ടോപ്പ് 10%-ലെ ഒരു ആളാണ് നിങ്ങൾ ബേസിക് എന്നാണ് ഈ കണക്ക് കാണിക്കുന്നത്. അല്ലേ? കാരണം 90% ആളുകൾ 2 ലക്ഷത്തിന് താഴെയാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ദാറ്റ് നിങ്ങൾക്ക് 3 ലക്ഷം രൂപയാണ് വാർഷിക വരുമാനമെങ്കിൽ യു ആർ നോട്ട് മിഡിൽ ക്ലാസ്. ഇവിടുത്തെ രസം എന്താണെന്നറിയോ? ഈ പല ആളുകളും ഞങ്ങൾ മിഡിൽ ക്ലാസ് ആണെന്ന് പറയുമെങ്കിലുണ്ടല്ലോ, അല്ല, അവര് ടോപ്പ് 10%-ലുള്ള ആൾക്കാരാണ്. ടോപ്പ് 10%-ഉള്ളവരാണ് ഞങ്ങൾ മിഡിൽ ക്ലാസ് എന്ന്. കാരണം അവർ ഞങ്ങൾക്ക് 20,000 രൂപയുള്ള ശമ്പളം അല്ലെങ്കിൽ 30,000 രൂപ ശമ്പളം ടോപ്പ് 10%-ലുള്ളവരുടെ വാർഷിക വരുമാനം ആക്ച്വലി 13,52,000 ആണ്. 13,52,000. അതൊരു ഡീസന്റ് എമൗണ്ട് ആണ്. അത് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ്. 13,52,000. അത് ടോപ്പ് 10% അത് മേക്ക് ചെയ്യുന്നുള്ള. ടോപ്പ് 10%-ൽ ടോപ്പ് 1% ഉൾപ്പെടുന്നുണ്ട്. 1%-ന്റെ കണക്കെന്നൊക്കെ പറഞ്ഞാൽ അതിഭീകര കണക്കാ. കോടിക്കണക്കിന് രൂപയാണ് വാർഷിക വരുമാനം അവരുടെ. പറഞ്ഞോളൂ. അപ്പൊ ഞാൻ പറയാൻ വന്നത് ബേസിക്കലി നമ്മുടെ ഇന്ത്യയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഞങ്ങളൊരു മിഡിൽ ക്ലാസ് എന്ന് വെച്ചാൽ ഇവർ വിചാരിക്കുന്നത് എനിക്കൊരു കാർ മേടിക്കാൻ പറ്റുന്നത്, എനിക്കൊരു വീട്, ഒരു കാറ്, കുട്ടികളെ സ്കൂളിൽ അയക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നു പോകുന്ന ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങൾ മിഡിൽ ക്ലാസ് ആണെന്ന്. നോ, യു ആർ നോട്ട് മിഡിൽ ക്ലാസ്. യു ആർ ആക്ച്വലി ഇൻ ദ ടോപ്പ് 10%. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അഫോർഡബിൾ ആവുന്നത്. ഇത് ഈ ഒരു GDP വെച്ചിട്ട് ആളുകളുടെ ഇൻകം ഇത്ര എന്ന് പറഞ്ഞ ഒരുമാതിരി. ഇപ്പൊ ഞാൻ അംബാനിയുടെ കമ്പനി ജോലി ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പൊ അംബാനിയുടെ കമ്പനിയുടെ ടേൺ ഓവറും അവരുടെ ബിസിനസിന്റെ ഒരു വ്യാപ്തിയൊക്കെ എടുത്തിട്ട് എംപ്ലോയീസിനെ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കണ്ടു ഓരോ എംപ്ലോയിക്ക് ഇത്ര ഷെയർ ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു പ്രതീതി തോന്നില്ലേ? കാരണം ഇതിന്റെ ഫ്രൂട്ട്സ് എല്ലാ വ്യക്തികളിലേക്ക് എത്തുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കണക്കെടുക്കേണ്ട ഈ കണക്ക് ശരിക്കും ഒരു കമ്പാരിസൺ ടൂൾ മാത്രമാണ്. അതിനെ എടുത്തിട്ട് ഇതാണ് വരുമാനം എന്ന് പറയുന്നതിന്റെ പ്രശ്നമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇവർ ചെയ്യുന്ന ഈ വലതുപക്ഷവാദികൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ അവർക്ക് പറയേണ്ട ഇത്രേ ഉള്ളൂ, ഇവിടം സ്വർഗമാണ്. ഇവിടെ ഒരു പ്രശ്നമില്ല. മറ്റേ സ്റ്റീവൻ പിങ്കർ എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടല്ലോ, പുള്ളി പറയുന്ന സംഗതിയുണ്ട്, പണ്ട് കാലത്ത് എത്ര യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു, നോക്കൂ ഇവിടെ ഇപ്പൊ എത്ര സമാധാനമാണ്, ഇപ്പം പണ്ട് കാലത്തെ അപേക്ഷിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല, പട്ടിണിയില്ല. അതെ, പട്ടിണിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ ദിസ് ഇസ് ഫൈൻ എന്ന് പറയുന്ന ഒരു മീം കണ്ടിട്ടില്ലേ? കാരണം ഇവരെ സംബന്ധിച്ച് ഈ ടോപ്പ് 10%-ലുള്ള അല്ലെങ്കിൽ ടോപ്പ് 1%-ലുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് വ്യത്യാസം. ഈ സ്റ്റീവൻ പിങ്കർ എന്ന് പറഞ്ഞ ആൾക്ക് മറ്റേ ജെഫ്രി എപ്സ്റ്റീന്റെ പ്ലെയിനിൽ പറന്നു നടന്ന ആളാണ്. അയാളെ സംബന്ധിച്ച് അയാൾക്കൊരു പ്രശ്നമില്ല, അയാളുടെ ലൈഫ് അടിപൊളിയാണ്. പക്ഷെ ലോകത്തുള്ള 99% ആൾക്കാർക്കും അങ്ങനെയല്ല, അല്ലെങ്കിൽ 90% ആൾക്കാർക്കും അങ്ങനെയല്ല ലൈഫ്. പക്ഷെ അതിനെ ഇവർക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല. ഈ ക്യാപിറ്റലിസ്റ്റുകൾ ഒരിക്കലും, വലതുപക്ഷവാദികൾ ഒരിക്കലും ഇതിനകത്ത് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് അംഗീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടം സ്വർഗമാണെന്ന് പറയുന്നത്. ഈ GDP-യുടെ കണക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ GDP പെർ ക്യാപിറ്റ ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ നമ്പേഴ്സ് കൊണ്ട് മാജിക് കാണിക്കുമ്പോൾ ഇവർ പറയാതിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. രവിചന്ദ്രന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസന്റേഷനിലുടനീളം ഒരിക്കൽ പോലും മെൻഷൻ ചെയ്യാത്തൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇൻകം ഇനിക്വാളിറ്റി എന്നുള്ള കാര്യമാണ്. ഇവിടെ ഈ സാധനം ഈ GDP നമുക്ക് എല്ലാവരിലേക്കും ഡിവൈഡ് ചെയ്തിട്ട് ഇതാണ് വരുമാനം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരിക്കലും വരില്ല. ഇനി ആക്ച്വലി ഈ GDP-യുടെ സംഗതി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ശരിക്കും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, നമ്മൾ ഈ ആക്ച്വൽ ഇൻകം പോലും നമുക്ക് ഈ ഡിവിഷൻ എന്ന് പറയുന്നത് ഇൻകം ഇനിക്വാളിറ്റിയുടെ കണ്ണിലൂടെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇൻകം ഇനിക്വാളിറ്റി എന്ന കാര്യം മെൻഷൻ ചെയ്യാതെ എലിഫന്റ് ഇൻ ദ റൂമാണ്. അപ്പൊ എലിഫന്റ് ഇൻ ദ റൂമിനെ കാണാതെ ബാക്കി കുറെ കാര്യങ്ങൾ മാത്രം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർ ഈ GDP-യുടെ കണക്ക് പറഞ്ഞവര് ഒരിക്കലും പറയാത്ത ചില കാര്യങ്ങളാണ് ഇൻകം ഇനിക്വാളിറ്റി. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, കടം. അതായത് രാജ്യത്തിന്റെ കടം, അതായത് രാജ്യത്തിലെ എക്കണോമിക് ആക്ടിവിറ്റി ഓരോ വ്യക്തിയിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഇതാണ് ഓരോരുത്തരുടെയും വരുമാനം എന്ന് പറയുന്നവർ. അങ്ങനെയാണ് രാജ്യത്തിന്റെ കടം ഓരോ വ്യക്തികളിലേക്ക് ഡിവൈഡ് ചെയ്ത് എനിക്ക് ഇത്രയും കടം കൂടി ഉണ്ടെന്ന് പറയണ്ടേ? അത് പക്ഷെ പറയില്ല. അത് കൺവീനിയന്റ്ലി അത് ഇഗ്നോർ ചെയ്യും. അതുപോലെ തന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വർക്കിംഗ് പോപ്പുലേഷന്റെ കഥ പറയില്ല. അതുപോലെ വർക്കിംഗ് അവേഴ്സ്, നമ്മുടെ ഇൻകം ഇത്രയാണെന്ന് പറയുമ്പോഴും നമ്മൾ വേറൊരു കാര്യം കൂടി നോക്കണം. ഇന്ത്യയിൽ എല്ലാ വ്യക്തികളും ജോലി ചെയ്യുന്ന കൃത്യം 8 മണിക്കൂറാണോ, അതോ ഒരു ദിവസം രാവിലെ മുതൽ ഒരു കൃത്യമായ ടൈമിംഗ് ഇല്ലാതെ ജോലി ചെയ്യുന്നവരുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഇതൊന്നും നോക്കാതെ GDP എടുത്തിട്ട്, ഇത് അമർത്യ സെന്നിനെ പോലെയുള്ള വേൾഡ് റിനൗൺഡ് ആയിട്ടുള്ള എക്കണോമിസ്റ്റുകൾ പണ്ടേ പറഞ്ഞ കാര്യം, ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ദയവായി GDP എടുത്തിട്ട് ഇതാണ് ഡെവലപ്മെന്റ്, GDP എടുത്തിട്ട് വ്യക്തികൾക്കെല്ലാം സുഖമാണ്, സൂപ്പറാണെന്ന് പറയരുത്. അത് ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ ടൂളേ അല്ല. അതിന് നമുക്ക് വേറെ ഇൻഡെക്സസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അമർത്യ സെൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ
ഈ എലിഫന്റ് ഇൻ ദ റൂം വേറെ ആരും പറയാൻ സ്ഥിതിക്ക് നമ്മൾ തന്നെ പറയണം, ഇൻകം ഇനിക്വാളിറ്റി എന്നുള്ള കാര്യം. നമുക്കിവിടെ നമ്മൾ ഈ ഇന്ത്യയുടെ ഈ വരുമാനത്തിന്റെ കണക്കെടുത്തപ്പോൾ വളരെ സ്റ്റാർക്കായുള്ള ഡിഫറൻസസ് ഓരോ മുകളിലേക്ക് ചെല്ലുമ്പോൾ ടോപ്പ് 1% ഒക്കെ വരുമ്പോൾ കോടിക്കണക്കിനാണ് വാർഷിക വരുമാനം കമ്പയർഡ് ടു 90% ഓഫ് ദ പീപ്പിൾ. അപ്പൊ നമുക്ക് ഒരു കാര്യം നമ്മൾ നോക്കണം, ഇൻകം ഇനിക്വാളിറ്റി മാത്രമല്ല വെൽത്ത് ഇനിക്വാളിറ്റി. നമ്മുടെ ഗിനി കോയിഫിഷ്യന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഇൻകം വെൽത്ത് ഇനിക്വാളിറ്റി മെഷറിൽ ഇന്ത്യ ഭയങ്കര മോശമാണ്, വളരെ മോശമായിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഇനിക്വാളിറ്റിയുടെ ഭീകരമാണ്. അമേരിക്കയിലും സ്ഥിതി വ്യത്യസ്തമല്ല. നോക്കുമ്പോൾ ഒരുവിധ എല്ലാ രാജ്യങ്ങളിലും ഈ പ്രശ്നമുണ്ട്. ഈ ഇൻകം ഇനിക്വാളിറ്റിയുടെയും വെൽത്ത് ഇനിക്വാളിറ്റിയുടെ പ്രശ്നം ഇത്തിലൂടെ രൂക്ഷമാണ്. ഗിനി കോയിഫിഷ്യന്റിൽ ഒരു കണക്ക് പ്രകാരം 0.82 ഒക്കെയാണ് ഇന്ത്യയുടെ വരുന്നത്. അതായത് 1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇനിക്വാളിറ്റി ആണ് 1, 0 ടോട്ടൽ ഇക്വാളിറ്റി. അപ്പൊ ആ ഇൻഡെക്സിൽ വെൽത്ത് ഇനിക്വാളിറ്റിയുടെ ഇൻഡെക്സിലൊക്കെ ഇന്ത്യ വളരെ ഹൈ ആണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു, വൈ ദിസ് ഇസ് ഹാപ്പനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊരു എന്താ പറയാ, ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം അല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നത്. ഇതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം റൺ ചെയ്താൽ അതിന്റെ നാച്ചുറൽ കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഇനിക്വാളിറ്റിയാണ്. ഇൻകം ഇനിക്വാളിറ്റി അല്ലെങ്കിൽ വെൽത്ത് ഇനിക്വാളിറ്റി ആണ് അതിന്റെ നാച്ചുറൽ കോൺസിക്വൻസ്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ക്യാപിറ്റലിസത്തിന്റെ അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള ഫിലോസഫേഴ്സ് ആയിട്ടുള്ള ആഡം സ്മിത്ത് ആയിക്കോട്ടെ, ഹയക്ക് ആയിക്കോട്ടെ, മിൽട്ടൺ ഫ്രീഡ്മാൻ ആയിക്കോട്ടെ, ഇവരൊക്കെ കോഴ്സ് നമുക്ക് ഇവിടെ കാണിക്കാം. ഇവരൊക്കെ എല്ലാവരും എല്ലാവിധ ക്യാപിറ്റലിസ്റ്റുകളും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനിക്വാളിറ്റി ഇത് ഒഴിച്ചാൽ ഉണ്ടാകും. ഈ ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും എന്ന് പറയുന്ന പോലെ ക്യാപിറ്റലിസം ഓടിച്ചാൽ ഉറപ്പായിട്ടും ഇനിക്വാളിറ്റി എന്ന് പറയുന്ന സാധനം അതിന്റെ പരിണിത ഫലം തന്നെയാണ്. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് നാരായണമൂർത്തിയുടെ ഒരു സംഭവം കേട്ടായിരുന്നു, നാരായണമൂർത്തി ഇൻഫോസിസിന്റെ. കുറച്ചും കൂടെ നിങ്ങൾ വീക്കെൻഡിലും വർക്ക് ചെയ്യണം, പിന്നെ വേറൊരാൾ പറഞ്ഞു ഭാര്യ എന്തിനാ നോക്കുന്നത്, ഞായറാഴ്ചകളിൽ ഭാര്യ ഒന്ന് പോയി നോക്കിയിരിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഈ അടുത്തിടയ്ക്ക് അദ്ദേഹം നിലപാടൊക്കെ ഒന്ന് മയപ്പെടുത്തി ഒരു കമ്പാഷനേറ്റ് ക്യാപിറ്റലിസം ആണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞ ഒരു പരാമർശം നടത്തിയിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇനിക്വാളിറ്റി, ഇൻകം ഇനിക്വാളിറ്റിയും ഈ വേജ് ഇനിക്വാളിറ്റി ഒക്കെ നമുക്ക് മാറ്റണം, വേജ് ഇനിക്വാളിറ്റി ഒക്കെ കുറയ്ക്കണം. അത് നമുക്ക് കമ്പാഷനേറ്റ് ക്യാപിറ്റലിസം നമുക്ക് ഫോളോ ചെയ്യണം എന്നുള്ള ഒരു ഡയലോഗ് അടിച്ചിരുന്നു. പക്ഷെ അതൊരു ഡയലോഗ് മാത്രമാണ്, അതൊരിക്കലും പ്രാക്ടീസിൽ വരാൻ പോകുന്നില്ല. നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം അദ്ദേഹം ഇൻഫോസിസ് എന്നുള്ള സംഗതി ഓടിക്കുന്നത് ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിലാണ്. അദ്ദേഹത്തിന് ഹി ഹാസ് കമ്മിറ്റ്മെന്റ്സ് ടു ഇറ്റ്സ് അതർ ഫൗണ്ടേഴ്സ്, ടു മറ്റേ സ്റ്റോക്ക് ഹോൾഡേഴ്സ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ നാരായണമൂർത്തി ഈ കമ്പാഷനേറ്റ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ ഈ എംപ്ലോയീസിനോട് ഞായറാഴ്ച ഭാര്യ നോക്കിയിരിക്കാതെ ജോലി ചെയ്യൂ എന്ന് പറഞ്ഞ ആള് ഇദ്ദേഹത്തിന്റെ കൊച്ചുമോന് 6.5 കോടിയുടെ ഡിവിഡൻഡ് 240 കോടിയുടെ ഷെയറിൽ നിന്ന് 4 മാസം പ്രായമുള്ള കുട്ടിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ ക്യാപിറ്റലിസത്തിന്റെ പ്രയോക്താക്കൾ എപ്പോഴും പറയുന്നത് എന്താണ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള റിവാർഡ് കിട്ടും. 4 മാസം പ്രായമുള്ള കുട്ടി എന്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത് കിട്ടിയത്? പുള്ളി ഒരുപാട് പുഷപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. 4 ദിവസം കൊണ്ട് പുള്ളി ഭയങ്കര ജെനറ്റിക്കലി ബിസിനസ് ഓറിയന്റഡ് ആയിരുന്നു തോന്നുന്നു. ഈ കമ്പാഷനേറ്റ് ക്യാപിറ്റലിസം വേണം എന്ന് പറഞ്ഞ ഇദ്ദേഹം എന്തുകൊണ്ടായിരിക്കും ഇൻഫോസിസിന് കഴിഞ്ഞ വർഷം കിട്ടിയ പ്രോഫിറ്റ് അത് $3 ബില്യൺ വേണ്ട, ഈ സാധനം എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഡിവൈഡ് ചെയ്ത് എംപ്ലോയീസിന് കൊടുക്കാനത്? അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഓരോ എംപ്ലോയിക്ക് 7 ലക്ഷം 8 ലക്ഷം രൂപ വെച്ച് കിട്ടിയാണ്. കമ്പാഷനേറ്റ് ക്യാപിറ്റലിസം പറഞ്ഞ ഇദ്ദേഹം എന്തുകൊണ്ടായിരിക്കും കൊച്ചുമകന് ഇത് കൊടുക്കുകയും ഈ സ്റ്റോക്സ് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ഹാർഡ് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കാതെ ഇരിക്കുന്നത്? അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിലാണ് പുള്ളി ഇത് റൺ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ക്യാപിറ്റലിസത്തിനകത്ത് ഈ ഇനിക്വാളിറ്റി കോസ് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. ഈ ക്യാപിറ്റലിസം അത് അൺഎംപ്ലോയ്മെന്റ് കോസ് ചെയ്യും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഡിഫറൻസസ് ഇൻ സോഷ്യൽ ക്യാപിറ്റൽ, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിലെ കാസ്റ്റിന്റെ ഇക്വേഷൻസ് ഉണ്ട്, അതിനകത്ത് ജെൻഡർ വേജ് ഗ്യാപ്പ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി ഈ ഇനിക്വാളിറ്റി ക്യാപിറ്റലിസത്തിൽ ഇൻഹറന്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് റൺ ചെയ്യുന്നത് ഇതിനകത്തെ ഫണ്ടമെന്റൽ സംഗതി എന്ന് വെച്ചാൽ ഇത് പ്രോഫിറ്റ് ഓറിയന്റഡ് ഒരു മെക്കാനിസമാണ്. ക്യാപിറ്റൽ ഉള്ള ആൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു മെക്കാനിസമാണ്. അവിടെ എംപ്ലോയി എംപ്ലോയർ ബന്ധം, റിലേഷൻഷിപ്പ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ എംപ്ലോയി ബന്ധത്തിൽ ഒരിക്കലും ഒരു എംപ്ലോയിക്ക് പ്രോഫിറ്റ്സ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഈ സിസ്റ്റത്തിൽ. ഈ നാരായണമൂർത്തിക്ക് ഒരിക്കലും ഇൻഫോസിസിന്റെ പ്രോഫിറ്റ് എല്ലാ എംപ്ലോയീസിനുമായിട്ട് ഡിവൈഡ് കൊടുക്കാൻ, അത് ആ ക്യാപിറ്റൽ സിസ്റ്റം അല്ലാതായി മാറും. കാരണം അവിടെ ഓണർഷിപ്പ് എംപ്ലോയീസിനും കൂടി വരികയാണ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ. അങ്ങനെ ക്യാപിറ്റലിസം ഇല്ല. അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റലിസം എങ്ങനെയൊക്കെ ഓടിച്ചാലും ഈ ഇൻകം ഇനിക്വാലിറ്റി ഗ്യാരണ്ടീഡ് ആണ്. ഈ ഒരു പോയിന്റില് രാജേഷ് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, എംപ്ലോയി റിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഒരു റിലേഷൻഷിപ്പാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സാധനമാണ്. പക്ഷെ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്സിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. മാർക്സിനേക്കാൾ ഉപരി മാർക്സിസ്റ്റ് ഫിലോസഫിയെ കുറച്ചുകൂടെ ആയതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നമ്മൾ മാർക്സിസ്റ്റ് ഫിലോസഫിയിലേക്ക് കടക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ മാർക്സിസ്റ്റ് ഫിലോസഫി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. അത് ഭയങ്കര ചൈൽഡിഷ് ആയിട്ടൊരു ഇഗ്നോർ ചെയ്ത് വിടേണ്ട ഒരു സാധനമാണ് എന്ന് പറയുന്ന ഒരു ധാരണയിൽ
ഇഗ്നോർ ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു കുറച്ച് കാലഘട്ടത്തിലുള്ള ഒരു പഠനത്തിന് ശേഷം നമുക്ക് മനസ്സിലായത് അങ്ങനെയല്ല. മാർക്സിസ്റ്റ് ഫിലോസഫിയിലും നമുക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരുപാട് ഇൻസൈറ്റുകളുണ്ട് എന്ന് പറഞ്ഞൊരു ബോധ്യം നമുക്ക് ലഭിച്ചു. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ മാർക്സിസ്റ്റ് ഫിലോസഫി പറയാൻ പോവാണ്. ഓക്കെ. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു കോൺവെർസേഷന് മാർക്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് എന്നുള്ളത്. അത് മാർക്സ് ആണ് അത് ഐഡന്റിഫൈ ചെയ്തത്. ഈ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ആണ് ഇതിന്റെ ഡിഫൈനിങ് ഫീച്ചർ എന്നുള്ളത്. വിത്തൗട്ട് ദിസ് ഫീച്ചർ ക്യാപിറ്റലിസം ഡസന്റ് എക്സിസ്റ്റ് എന്നുള്ള ഒരു സാധനമാണ്. അപ്പൊ ഈ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് എന്താണ് നമ്മൾ കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നുന്നത് ഇത്തിരി കോംപ്ലക്സ് ആണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഈ പറയുന്ന ഫ്യൂഡൽ വ്യവസ്ഥയെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. അത് ആൾക്കാർ കുറച്ചുകൂടെ ഓൾറെഡി ധാരണകളുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു ജാതി ഫ്യൂഡൽ വ്യവസ്ഥയാണ് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. നമ്പൂതിരിമാരുടെ കയ്യിലായിരുന്നു ലാൻഡും മറ്റു കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്തിരുന്നത്. അവിടെ ജീവിക്കുന്ന കുറച്ച് താഴ്ന്ന ജാതിക്കാരും അവരെ നിയന്ത്രിക്കാനായിട്ട് കുറെ നായർ വിഭാഗം ആൾക്കാരും ആണുള്ളത്. നമ്പൂതിരികളുടെ മസിൽ പവറാണ് ഈ നായർ ടീംസ് എന്ന് പറയുന്നത്. അവരുടെ ലാൻഡ് കൺട്രോൾ ചെയ്യാനും ആ ലാൻഡിലുള്ള ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാനും എന്നുള്ളൊരു സാധനമാണ്. അപ്പൊ അവിടെയുള്ള ഒരു റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ താഴ്ന്ന ജാതിക്കാർ ഈ ലാൻഡിൽ പണിയെടുത്ത് അവർ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഈ ഔട്ട്പുട്ട് കംപ്ലീറ്റ് ആയിട്ടും പോകുന്നത് ഈ ലാൻഡ് ഓണർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ തമ്പുരാക്കന്മാരായിട്ടുള്ള നമ്പൂതിരിമാരുടെ കീശയിലേക്കാണ് ഈ ഔട്ട്പുട്ട് മൊത്തം പോകുന്നത്. എന്നിട്ട് ഇവർ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ജീവിക്കുന്ന താഴ്ന്ന ജാതിക്കാർക്ക് കുഴി വെട്ടിയിട്ട് അവിടെ കഞ്ഞിട്ട് കൊടുക്കും. അതാണ് അവർക്ക് ഈ ഔട്ട്പുട്ടിന് കിട്ടുന്ന ചെറിയൊരു ഷെയർ എന്ന് പറയുന്നത്. പാത്രമില്ലാഞ്ഞിട്ടാണെന്നാണ്. അതെ അതെ, ആ സമയത്ത് അതെ, ജീവിക്കാനായിട്ട് വേണ്ട ബേർ മിനിമം അവര് ഈ പറഞ്ഞ ജാതിക്കാർക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുഴിവെട്ടി ഇത് കൊടുക്കുന്നു, താമസിക്കാനുള്ള ചെറിയൊരു കുടിലിന്റെ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. പിന്നെ അതിനേക്കാളും കുറച്ചുകൂടെ സൗകര്യങ്ങൾ ഈ പറയുന്ന നായർ വിഭാഗങ്ങൾക്കും കിട്ടും. കാരണം അവരാണ് ഈ ലാൻഡ് മറ്റു കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അവര് ഈ ഒരു പണിയെടുക്കുന്നത് കൊണ്ട് തന്നെ അവർ പ്രൊഡക്ഷന്റെ കാര്യമായിട്ട് ഡയറക്റ്റായിട്ട് വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും അവരാണ് ഈ പറയുന്ന പണിക്കാരെയും ഈ പറയുന്ന താഴ്ന്ന ജാതിക്കാരെയും കൺട്രോൾ ചെയ്യുകയും അവരെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ നായർ വിഭാഗമാണ്. അപ്പൊ അവർക്കൊരു ചെറിയൊരു ഷെയർ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ ഔട്ട്പുട്ട്. ഇതിന്റെ മേജർ ഷെയർ, ഇതിന്റെ മേജർ പങ്ക് എന്ന് പറയുന്നത് നമ്പൂതിരിമാരെ തന്നെ ആസ്വദിക്കുകയാണ്. അവരുടെ കൊട്ടാരങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ കെട്ടിപ്പടക്കാനായിട്ട് അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മുടെ ഇവിടെ എക്സിസ്റ്റ് ചെയ്തതെന്ന് നമുക്കറിയാം. ക്യാപിറ്റലിസത്തിലേക്ക് വന്നപ്പോൾ ഇതില് ഈ റിലേഷൻഷിപ്പിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും നമ്പൂതിരിമാർ അവിടെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്, നായരും അവിടെ അതേപോലെ ഇരിപ്പുണ്ട്, താഴ്ന്ന ജാതിക്കാർ ഇപ്പോഴും അതേപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. മനസ്സിലായി? ഇവിടെ ചെറിയൊരു മാറ്റേ സംഭവിച്ചിട്ടുള്ളൂ. ഈ തമ്പുരാൻ അടിയൻ ബന്ധം മാറി എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പായി. അതാണ് ഇവിടുത്തെ ബേസിക് മാറ്റം എന്ന് പറയുന്നത്. അതായത് ഈ നമ്പൂതിരി ഒരു ഫാക്ടറി തുടങ്ങി, ഒരു കസേര ഉണ്ടാക്കുന്ന ഫാക്ടറിയാണെന്ന് വെച്ചു. നമ്പൂതിരി ഒരു ഫാക്ടറി തുടങ്ങി. താഴ്ന്ന ജാതിക്കാരെ ഇപ്പം നമ്മൾ ലാൻഡിൽ പിടിച്ച് ലോക്ക് ചെയ്തിടുക, അങ്ങനെ അടിമത്തം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അവർക്ക് ഭയങ്കര കൃത്യമായിട്ടൊരു ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫാക്ടറിയിൽ വന്ന് പണിയെടുക്കാം, അല്ലെങ്കിൽ പട്ടിണ ചാവാം. അങ്ങനെ വളരെ കൃത്യമായിട്ടൊരു ചോയ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഫ്രീ ചോയ്സ്. അപ്പൊ അവര് ഫ്രീലി ചൂസ് ചെയ്യാണ്, പണിയെടുത്ത് ജീവിക്കുന്നതാണെന്നുണ്ട്, പട്ടിണ ചാവണ്ട എന്നവർ ചൂസ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ താഴ്ന്ന ജാതിക്കാർ ഈ ഫാക്ടറിയിലേക്ക് പണിയെടുക്കാൻ വരുന്നു. അപ്പൊ അവിടെ ഫാക്ടറിയിൽ ഇവരൊക്കെ കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഞാൻ പ്രതീഷ് നായറിനെ അപ്പോയിന്റ് ചെയ്യുന്നു മാനേജറായിട്ട്. മനസ്സിലായോ? അതാണ് ഇപ്പം ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ന്യൂ സിസ്റ്റം. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിനകത്ത് വന്നിട്ടുള്ള മാറ്റം. ക്യാപിറ്റല് ഈ പറയുന്ന ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് ക്യാപിറ്റൽ സിസ്റ്റത്തിലേക്ക് മാറി കഴിയുമ്പോൾ ക്യാപിറ്റൽ അതേപോലെ തന്നെ നമ്പൂതിരിമാരുടെ കയ്യിൽ തന്നെ കൈമാറി വരികയാണ് ചെയ്തത്. അവരുടെ കയ്യിൽ തന്നെയാണ് ഇപ്പം ഈ ലാൻഡും മറ്റു റിസോഴ്സസും എല്ലാം കയ്യിൽ തന്നെയാണ്. ഇതില് തമാശയല്ല. കാരണം നമ്മൾ ഡേറ്റ എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഹയർ പൊസിഷൻ സിഇഒസ്, മാനേജേഴ്സ്, ബിസിനസ് ഓണേഴ്സ് എല്ലാം നമുക്ക് ഈ കൃത്യമായ അപ്പർ കാസ്റ്റ് ആളുകളുടെ റെപ്രസെന്റേഷൻ വരുന്നതാണ്. അതായത് ഇത് പറയുമ്പോൾ ആളുകൾ തോന്നും അങ്ങനെയാണോ നടന്നത്, അതായത് നമ്പൂതിരിമാർ മാത്രം വന്ന് സിഇഒ ആയി, അങ്ങനെയാണോ ഇത് എന്നൊക്കെ ചിലപ്പോൾ ഭയങ്കര തോന്നുമെങ്കിലും, ബട്ട് വെൻ യു ലുക്ക് അറ്റ് ദി ഡേറ്റ യു വിൽ സീ ദാറ്റ് നമ്മുടെ റിച്ച് ക്യാപിറ്റലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വൈ ഈസ് ദാറ്റ് ദി അപ്പർ കാസ്റ്റ് പീപ്പിൾ ആർ ഹെവിലി റെപ്രസെന്റഡ്. വളരെ മൈനോറിറ്റി ആയിട്ട് മാത്രമേ മറ്റ് കമ്മ്യൂണിറ്റി എന്നുള്ള ആളുകൾ വരുന്നുള്ളൂ. യു വിൽ സീ ഹ്യൂജ് റെപ്രസെന്റേഷൻ ഓഫ് ദീസ് ഒരു പ്രിവിലേജ് കാസ്റ്റ് ഉള്ള ആളുകൾ മാത്രമാണ് അങ്ങോട്ട് വരുന്നത്. അത് ഈ കേരളത്തിന്റെ അത് എടുക്കുവാണെങ്കിൽ ഈ നായന്മാരും നമ്പൂതിരിമാരും മേനോന്മാരും വർമ്മകളും ഒക്കെ ആണെങ്കിൽ നമ്മൾ മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ അവിടെയും നമുക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന ഫാക്ടറികളും കമ്പനികളും ഒക്കെ ആരുടെ കയ്യിലാണുള്ളത്, കൈവശമാണുള്ളത് എന്നുള്ള ഡേറ്റ എടുത്ത് പരിശോധിച്ചാൽ മതി, കൃത്യമായിട്ട് കാണാൻ പറ്റും. നായർ നമ്പൂതിരി വിഭാഗങ്ങളുടെ കയ്യിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. മനസ്സിലായോ? അവിടുത്തെ മാനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അപ്പർ കാസ്റ്റ് ലെവലിലുള്ള ആൾക്കാരൊക്കെ തന്നെയായിരിക്കും. അത് ഞാൻ പറഞ്ഞത്. നമ്പൂതിരിയുടെ ഒരു ഫാക്ടറി വന്നു, പ്രതീഷ് നായർ അവിടെ മാനേജറുമായി. അതാണ് അവിടെ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത്. അപ്പം മുമ്പ് വടി വെച്ചിട്ടാണ് ആൾക്കാരെ ഡിസിപ്ലിൻ ചെയ്തുകൊണ്ടിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയുന്നത് നിന്നെ ഞാൻ പിരിച്ചുവിട്ടൊരു ലെറ്റർ ഒക്കെ എഴുതി തരും, ഇവൻ പണിയെടുക്കാൻ പറ്റത്തില്ല, വലിയ പ്രശ്നമാണെന്ന് ലെറ്റർ എഴുതി തരുമ്പോൾ ഇവന് പിന്നെ പട്ടിണി കിടന്ന് ചാവാന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായി? വേറെ എവിടെ പണിക്ക് പോയി കഴിഞ്ഞാലും ഇവനെ ഈ ലെറ്റർ വെച്ചിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യും.
അങ്ങനത്തെ പരിപാടിയാണ്, മനസ്സിലായോ? അപ്പം ഇതാണ് ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റം. ഇവിടുത്തെ ഈ പ്രൊഡക്ഷന്റെ ഒരു ബന്ധം എന്താണ്? പ്രൊഡക്ഷന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ ഞാൻ ഒരു കസേരയാണ് ഇവിടെ ഉണ്ടാകുന്നത് വെച്ചോ. ഈ ഫാക്ടറിയുടെ ഉള്ള ഈ തടിയും മറ്റു കാര്യങ്ങളും വെച്ച് 1 മണിക്കൂർ കൊണ്ട് ഞാൻ ഒരു കസേര ഉണ്ടാക്കും. ഈ കസേരയുടെ ഇതെന്ന് പറയുന്നത് 1000 രൂപയായിരിക്കും ഈ കസേരയ്ക്ക്, മനസ്സിലായോ? എന്നിട്ട് ഈ 1000 രൂപയ്ക്ക് കസേര വിറ്റതിന് ശേഷം ഇത് വീണ്ടും വിധിച്ചു കൊടുക്കുകയാണ്. നേരത്തെ വിധിച്ചു കൊടുത്തെങ്കിലും അതേപോലെ തന്നെ വിധിച്ചു കൊടുക്കണം. ഈ മണിക്കൂറിന്റെ കേസാണ് ഇപ്പം വിധിച്ചു കൊടുക്കുന്നത്. ഓവറോൾ പ്രൊഡക്ഷൻ അല്ല, മണിക്കൂറിന്റെ പ്രൊഡക്ഷൻ നമ്മൾ വിധിച്ചു കൊടുക്കാം. മണിക്കൂറിന് എനിക്ക് ഒരു 100 രൂപ തരുന്നു. എന്നെ നോക്കാൻ നിൽക്കുന്ന പ്രതീക്ഷ നായർക്ക് 300 രൂപ കൊടുക്കുന്നു. ബാക്കി വരുന്നത് ഈ പറയുന്ന തടിയും മറ്റ് ഫാക്ടറിയിലുള്ള മെഷീൻസും കാര്യങ്ങളും നട്ടും ബോൾട്ടും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം ബാക്കി വരുന്നത് ഞാൻ തന്നെ എടുക്കുകയാണ്, മനസ്സിലായോ? അതാണ് ഇവിടെ നടക്കുന്ന സാധനം. ഇത് തന്നെയാണ് ഈ ഫ്യൂഡലിസത്തിലും എക്സിസ്റ്റ് ചെയ്തിരുന്ന ഈ റിലേഷൻസ് എന്ന് പറയുന്നത്, മനസ്സിലായി? ഇങ്ങനൊരു വ്യവസ്ഥ കുറെ കാലം റൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ഈ ഫ്യൂഡലിസത്തിനും ഇൻഇക്വാലിറ്റി ഉണ്ടായിരുന്നത്. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷന്റെ ഔട്ട്പുട്ട് മെജോറിറ്റി പോകുന്നത് ഈ പറഞ്ഞ നമ്പൂതിരി നായർ വിഭാഗങ്ങളുടെ കീശയിലേക്കാണ്. ഈ ലാൻഡ് ഓണിങ്, ക്യാപിറ്റൽ ഓണിങ് എന്ന് പറയുന്നത് ആ വിഭാഗങ്ങളുടെ കയ്യിലേക്കാണ്. ക്യാപിറ്റലിസത്തിനാണെങ്കിലും അത് തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ക്യാപിറ്റൽ ഓണിങ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും എക്സ്പെറൻഷ്യലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ റിസോഴ്സസും അവരുടെ വെൽത്തും മറ്റു കാര്യങ്ങളെല്ലാം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിയുള്ളവർ കാലക്രമേണ അതിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇൻഇക്വാലിറ്റി ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്, മനസ്സിലായി? അപ്പൊ അതാണ് ഇതില് ഈ വന്നിട്ടുള്ള മാറ്റം. അല്ലാതെ ഈ പറയുന്ന ഈ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ അല്ലാതെ വേറെ തരത്തിലുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഈ പറയുന്ന ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുകയും കോംപ്ലക്സ് ആവുകയും ഈ റിലേഷൻസ് എല്ലാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കോംപ്ലക്സ് ആയി കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇത് കാണുന്നതിൽ ഒരു ബ്ലറി വിഷൻ ആയതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ ഇത് കാണാതെ പോകുന്നത്. പക്ഷെ ഇതാണ് ബേസിക്കലി ഇവിടുത്തെ എക്സിസ്റ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് ഐഡന്റിഫൈ ചെയ്യുകയും ഇത് തിയറൈസ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് മാർക്സിസ്റ്റ് ഫിലോസഫിയാണ്. അതുകൊണ്ടാണ് ഈ കോണ്ടെക്സ്റ്റ് മാർക്സിസ്റ്റ് ഫിലോസഫി റെലവൻ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്സിസ്റ്റ് ഫിലോസഫി എന്ന് പറയുമ്പോൾ നമ്മുടെ പല ലിസണേഴ്സിനും ഭയങ്കര പ്രശ്നമായിരിക്കും. മാർക്സിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടാൻ പാടില്ലാത്തൊരു സാധനമായിട്ടാണല്ലോ പല ആൾക്കാരും കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം, വിമർശനങ്ങളുണ്ടാവും. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാൻ തോന്നുന്നു അല്ലേ, ഈ ഒരു ആർഗ്യുമെന്റിനെ പറ്റിയിട്ട്, ഈ ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള സെഷൻസിനെ എനിക്കൊന്ന് വരുന്ന വീഡിയോകളിലൊക്കെ ചെയ്യാം. പക്ഷെ ഇതാണ് ഈ എംപ്ലോയർ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. പിന്നെ ഇവിടെ വരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റലിസത്തിൽ ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റഗറീസ് ഒക്കെ കുറച്ചുകൂടെ ഫ്ലൂയിഡ് ആയിട്ട് ആൾക്കാരുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് മുമ്പ് നമ്പൂതിരിമാർക്ക് മാത്രമേ ഈ പറയുന്ന തമ്പുരാനാവാൻ പറ്റുള്ളൂ, നായന്മാർക്ക് മാത്രമേ ഈ പറയുന്ന ഈ കാര്യസ്ഥനാവാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാവരും ഈ ഫിക്സ്ഡ് പൊസിഷനിൽ. അപ്പം ഇപ്പൊ കുറച്ചുകൂടെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും ഈ മോളിലേക്ക് വരാം എന്ന് പറയുന്ന ഒരു ഇല്യൂഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വരുന്ന ഒരു മൈനോറിറ്റി ഓഫ് ഈ ഗ്രൂപ്പാണ് ഈ അപ്പർ കാസ്റ്റ് എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ശതമാനമാണ് ഈ നമ്പൂതിരി വിഭാഗം എന്നൊക്കെ പറയുന്നത്. ബ്രാഹ്മൺസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ശതമാനമാണ്. പക്ഷെ മെജോറിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലോവർ കാസ്റ്റ് വിഭാഗങ്ങളാണ് ഈ മെജോറിറ്റി വരുന്ന ആൾക്കാർ. അപ്പൊ ഇവിടെ ഈ എംപ്ലോയർ റിലേഷൻഷിപ്പിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനോറിറ്റി ആയിരിക്കണം ഈ എംപ്ലോയേഴ്സ് എന്നുള്ളതാണ്. എംപ്ലോയേഴ്സ് മെജോറിറ്റി ആയി കഴിഞ്ഞാൽ ഈ സിസ്റ്റം വർക്കാവില്ല. ക്യാപിറ്റലിസം അവിടെ സ്റ്റോപ്പ് ആയി പോകും. കാരണം ഇപ്പം എല്ലാവരും മുതലാളിമാരായെന്ന് വെച്ചോ, എല്ലാവരും ലാൻഡും ഫാക്ടറിയൊക്കെ ആയിട്ട് നടക്കുകയാണ്. പണിയെടുക്കാനായിട്ട് ഒരൊറ്റ പോലും ഇല്ല. പിന്നെ എങ്ങനെ ഈ സിസ്റ്റം ഓടും? സിസ്റ്റം റൺ ചെയ്യാൻ പറ്റത്തില്ല. പണിയെടുക്കാൻ 10 പേര് ബാക്കി എല്ലാവരും മുതലാളിമാരായി. പിന്നെ ഈ സിസ്റ്റം റൺ ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായി? അപ്പൊ ഈ സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എംപ്ലോയർ എന്ന് പറയുന്ന വിഭാഗം വളരെ ചെറിയൊരു ശതമാനം വിഭാഗമായിരിക്കണം. മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ബാരിയേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു സിസ്റ്റത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം. അപ്പൊ ഇവിടെ ഉള്ള ഈ നമ്പൂതിരിമാർക്കും നായന്മാരുടെയൊക്കെ ആവശ്യമാണ് ഈ പറയുന്ന ആൾക്കാർ അവിടെ തന്നെ നിൽക്കുക എന്നുള്ളത്. അങ്ങനെ അവരത് നിർത്തും. അങ്ങനെ പറ്റുള്ളൂ ഈ സിസ്റ്റം റൺ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ട്രാൻസെൻഡ് ചെയ്ത് പോകേണ്ടി വരും. അതാണ് രാജേഷ് പറഞ്ഞത്, ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ നിലനിന്നുകൊണ്ട് നമുക്കൊരിക്കലും ഈ പ്രശ്നത്തിന് ഇൻഇക്വാലിറ്റിക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കില്ല എന്നുള്ളത്. ഈ സിസ്റ്റം നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡിമാൻഡ്സ് ഈ മെജോറിറ്റി എന്ന് പറയുന്നത് എംപ്ലോയീസ് ആയിട്ട് റിമെയിൻ ചെയ്യുക, മൈനോറിറ്റി നിന്ന് എംപ്ലോയർ ആവുക, അവർക്ക് കൂടുതൽ ഷെയർ കിട്ടുക, മെജോറിറ്റിക്ക് ചെറിയ ഷെയർ കിട്ടുക എന്നുള്ളത്. അത് ഇൻഇക്വാലിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. ദാറ്റ് ഇസ് എ സിമ്പിൾ ആർഗ്യുമെന്റ്, മനസ്സിലായത്? അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരിക്കലും ഇവർ ഈ പറയുന്ന പോലെ എല്ലാവർക്കും സാധ്യമാണ് എന്നൊക്കെ പറയുന്നത് വെറും നറേറ്റീവ്സ് ആണ്. എല്ലാവർക്കും എംപ്ലോയേഴ്സ് ആവാം, എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും വരാം എന്നൊക്കെ പറയുന്നത് വെറും നറേറ്റീവ്സ് ആണ്. അത് ഡേറ്റ എടുത്ത് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കാണാനും പറ്റും. അങ്ങനെയല്ല ഇന്ത്യയിൽ ഈ കാര്യങ്ങൾ നടക്കുന്നുള്ളത്. അപ്പോൾ അവർ പറയും കഴിവില്ലാത്തതുകൊണ്ടാണ്, അവർക്ക് കഴിവില്ല, മടിയാണ് എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി ഈ പറയുന്ന ഈ അപ്പർ കാസ്റ്റ് വിഭാഗങ്ങളിൽ എത്ര പേര് ഈ പണിയെടുത്താണ് ഇവിടം വരെ എത്തിയെന്നുള്ളത്.
മനസ്സിലായി. ഇപ്പൊ ഈ ഇന്ത്യയിലുള്ള ടോപ്പ് 1% എത്ര പേരാണ് ഇൻഹെറിറ്റൻസ് വഴി അവിടെ എത്തിയിട്ടുള്ളത്, എത്ര പേരാണ് പണിയെടുത്തോളം എത്തിയിട്ടുള്ളത് നോക്കിയാൽ മതി, അവിടെ തീരും ഈ കണക്കിന്റെ പരിപാടിയൊക്കെ. മനസ്സിലായി. ഇപ്പം ഒരു ദളിതൻ ഈ നായന്മാരുടെയും നമ്പൂതിരിമാരുടെയും ആ ഒരു മുതലാളി ഗ്യാങ്ങിലേക്ക് കയറിയെന്ന് വെച്ചോ, അപ്പൊ അവൻ അവിടുന്ന് ഡിസ്ക്രിമിനേഷൻ നേരിടും, അവനെ തള്ളി താഴെ ഇടാനായിട്ട് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കും, എന്നിട്ടും പറ്റുന്നില്ല. അവനോട് മറ്റേ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവന് ബാക്കിയുള്ള ദളിതന്മാരെല്ലാം കൂടെ വിളിച്ച് ഈ മുതലാളിമാരാക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവൻ എന്തോ ഈ പണിക്കാരില്ല. മനസ്സിലായോ? പണിക്കാരായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം വിളിച്ചിങ്ങോട്ട് കയറ്റി. അപ്പൊ ഇത് പറ്റത്തില്ല. അപ്പൊ സിസ്റ്റം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദളിതൻ നെസസറിലി ഈ നമ്പൂതിരിമാരുടെയും നായന്മാരുടെയും കൂടെ നിന്നുകൊണ്ട് ബാക്കിയുള്ള ദളിതന്മാരെ ഇവിടെ താഴെ തന്നെ നിർത്താനായിട്ട് പണിയെടുക്കേണ്ടി വരും. അതാണ് ഇതിന്റെ. അതായത് അപ്പൊ ദളിതൻ മുതലാളി ആയാലും പ്രശ്നം സോൾവ് ആവില്ല. കാരണം ദളിതൻ മുതലാളി ആയാലും ഈ സിസ്റ്റത്തില് കുറച്ച് മുതലാളികൾക്കേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ദളിതൻ മുതലാളി ആയാലും ആ ദളിതൻ മറ്റു ദളിതരെ ഇതായിരിക്കും, അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ തന്നെ വരികയുള്ളൂ. യെസ്. അല്ലാതെ വേറെ നിലനിൽക്കാനായിട്ട് വേറെ വഴിയില്ല. ഇത് ഈ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇതിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാറ്. ഇപ്പം ഇന്ന ദളിതനും ഇവിടെ വന്നല്ലോ, ഇന്ന ദളിതനും ഈ കമ്പനി ഓൺ ചെയ്യുന്നുണ്ട്. അതുപോലെ എത്ര ദളിതന്മാരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? ഇന്ത്യയിൽ ഇത്ര എല്ലാ ദളിതന്മാരും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ പ്രൊഡക്ഷൻ നടക്കും? കസേര ഉണ്ടാവത്തില്ല. കസേരക്കുള്ള സാധനമായിട്ട് ആൾക്കാർ ഇരിക്കും, പണിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട്. അത് നടപടിയാവുന്ന കേസല്ല. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. മനസ്സിലായി. 1-2 ദളിതന്മാര് ഈ പറയുന്ന മുതലാളിമാരായി എന്ന് പറയുന്നത് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി മാത്രമാണ്. ഇത് കുറച്ചുകൂടെ ഫ്ലൂയിഡ് ആക്കിയതിന്റെ ഉദ്ദേശം തന്നെ അതാണ്. മനസ്സിലായോ? ഫ്യൂഡലിസത്തിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്ക് വന്നപ്പോൾ സിസ്റ്റം കുറച്ചുകൂടെ ഫ്ലൂയിഡായി. ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ പറ്റും, കുറച്ച് ചെറിയൊരു മൊബിലിറ്റി ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഇവർ ആൾക്കാരുടെ മുമ്പിൽ എന്താ കണ്ണിൽ കംപ്ലീറ്റ്ലി പൊടിയിട്ടേക്കുവാണ്. മനസ്സിലായോ? ഞങ്ങൾ ഫ്യൂഡലിസത്തിലുള്ള ഈ തറ പരിപാടിയൊക്കെ നിർത്തി എന്നാണ് പറയുന്നത്. മനസ്സിലായോ? പക്ഷെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു പരിപാടി കാണാനും സാധിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും കുറെ വിമർശനങ്ങൾ ഉണ്ടാകും ആൾക്കാർക്ക്. ഇതിനെക്കുറിച്ചിട്ട് കുറെ വിമർശനങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അങ്ങനെയല്ല, ഈ മുതലാളിമാർ ഈ പണിയെടുക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഇപ്പൊ മെഷീൻസ് ഉണ്ടല്ലോ, മെഷീൻസ് ആണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വാല്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പണിക്കാർ വളരെ തുച്ഛമായിട്ടുള്ള സാധനം ചെയ്യുന്നുള്ളൂ എന്നാലിപ്പോൾ പറഞ്ഞേക്കാം. അപ്പൊ ആ ഒരു വിമർശനത്തിന്റെ വളരെ സിമ്പിൾ മറുപടിയാണ്, ഈ മെഷീൻസ് എവിടെ നിന്ന് വന്നു? അത് വേറെ പണിക്കാരും ചേർന്നിട്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ പണിക്കാർ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻച്വലി നിങ്ങൾ ട്രാക്ക് ചെയ്ത് പോകുമ്പോൾ അത് മനുഷ്യരിൽ തന്നെ എത്തിച്ചേരും. കാരണം ഈ ലോകത്തുള്ള എല്ലാ മെഷീൻസും ഏതെങ്കിലുമൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതിനായിരിക്കണം. മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള കുറെ വിമർശനങ്ങൾ ഉണ്ടാവാം. അതിനൊക്കെയുള്ള മറുപടികൾ നമുക്ക് വരുന്ന വീഡിയോകളിൽ ചെയ്യാം. ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളും ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളും കുറെ കാലം ഈ പറയുന്ന മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിനെ ക്രിട്ടിക്കലായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില ഇമ്പോർട്ടന്റ് പോയിന്റുകളുണ്ട്. എല്ലാം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരുപാട് പോയിന്റുകൾ മാർക്സിസ്റ്റ് ഫിലോസഫിയിലുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ ക്രിട്ടിക്കലായിട്ട് മനസ്സിലാക്കാനായിട്ട് തയ്യാറാവണമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന് കംപ്ലീറ്റ്ലി അന്യമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ വന്നേക്കാം, കുറെ വിമർശനങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ അതിനൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ മറുപടി പറയാം. ഇത് നമ്മൾ പറയുമ്പോഴേ ഈ ഓണർഷിപ്പ് കിട്ടുകയില്ല എന്ന് പറയുമ്പോൾ ഞാനും പറഞ്ഞിരുന്ന സംഭവമുണ്ട് പണ്ട്. അതായത് നിങ്ങൾക്ക് പക്ഷെ ഷെയർ കിട്ടുമല്ലോ, ഒരു കമ്പനിയുടെ. നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾക്ക് ഷെയർ വാങ്ങാലോ. അപ്പൊ അതായത് ഈ 1,00,000 കോടി രൂപയുടെ അത് വരുമ്പോൾ അതിൽ നിന്നൊരു പെന്നീസ് വരുന്ന 1000 രൂപ, 10,000 രൂപ, 20,000 രൂപയുടെ എന്തെങ്കിലുമൊക്കെ ഷെയർ ആയിരിക്കും ഭൂരിപക്ഷം ആളുകൾ മേടിക്കുന്നത്. വളരെ കുറച്ച് പേർക്ക് നല്ലൊരു എമൗണ്ട് ഓഫ് ഷെയർ വാങ്ങിക്കണം. ഒന്നാമത് ഷെയർ ലിമിറ്റഡ് ആണ്, എല്ലാ ഷെയർ നിങ്ങൾക്ക് വാങ്ങിക്കാനും പറ്റത്തില്ല. മിക്ക ആളുകളും, നിങ്ങൾ ഭൂരിപക്ഷം ആളുകൾ നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഷെയർ വാങ്ങിക്കാനുള്ള പൈസയും കാണത്തില്ല. ആകെ കൂടി വന്ന 20,000, കൂടിപ്പോയ 50,000, കൂടിപ്പോയ 50,000, 30,000 എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങൾ ഷെയർ. ആ ഷെയർ വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ ആശ്വസിക്കും. എനിക്ക് ഇൻഫോസിസിന്റെ ഷെയർ ഉണ്ട്, ഞാനും ഒരു ഉടമസ്ഥനാണ് കേട്ടോ, കമ്പനി കൂടുതൽ പ്രോഫിറ്റിലേക്ക് പോകുന്നതനുസരിച്ച് എനിക്ക് കുറച്ച് ഷെയർ കൂടുതൽ കിട്ടുമല്ലോ. അപ്പൊ അതൊരു മിഥ്യ ഓണർഷിപ്പിലേക്ക് നമ്മളെ തള്ളിവിടുന്നതാണ് ശരിക്കും യഥാർത്ഥത്തിൽ. ശരിക്കും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട എത്രേ ഉള്ളൂ, ഈ ഇനിക്വാളിറ്റി ഒരു പ്രോബ്ലം ആണ് എന്ന് റൈറ്റ് വിംഗുകാർക്ക് ഒരിക്കലും തോന്നില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ രവിചന്ദ്രനെ കൂട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വലതുപക്ഷവാദികൾ എന്ന് പറയുന്നവര് ഇനിക്വാളിറ്റി നാച്ചുറൽ ആണ് എന്ന് പറയുന്നവരാണ്. അവർ ആ ഒരു സോഷ്യൽ ഡാർവിനിസം, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഈ പണ്ടത്തെ ആ റേസിസ്റ്റ് സംഗതികൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് ഒരിക്കലും ഇക്വാളിറ്റി എന്ന് പറയുന്നതിന് അങ്ങനെ സംഗതിയില്ല അവർ വിശ്വസിക്കുന്നത്. മനുഷ്യരെല്ലാവരും വ്യത്യസ്തം, ഞാനും പ്രതീക്ഷയും വ്യത്യസ്തരല്ലേ, അപ്പൊ നമുക്ക് കിട്ടുന്ന റിവാർഡും വ്യത്യസ്തമായിരിക്കണ്ടേ എന്ന് വിശ്വസിക്കുന്നവരാണ്. കഴിവുള്ളവർക്ക് കൂടുതൽ ശമ്പളവും കൂടുതൽ സ്വത്തും ലഭിക്കും, നാച്ചുറൽ ഓർഡർ. ബാക്കിയുള്ളവർ പട്ടിണി കിടക്കും, ചിലപ്പോൾ മരിക്കും, സ്വാഭാവികം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ വലതുപക്ഷവാദികൾ.
അവരിൽ നിന്ന് നമുക്ക് ഈ ഇനിക്വാളിറ്റി പരിഹരിക്കാനായിട്ട് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം അവർ ഇനീക്വാലിറ്റി പരിഹരിക്കല്ല. അവർ ഇനീക്വാലിറ്റിയെ ന്യായീകരിക്കുന്ന ന്യായീകരിക്കാൻ സിദ്ധാന്തങ്ങളും അതിന്റെ ന്യായീകരണ സാഹിത്യങ്ങൾ ഇങ്ങനെ പടച്ചിറങ്ങിക്കൊണ്ടിരിക്കും. അതായത് മനുഷ്യൻ ഇനിക്വാളിറ്റി ഞാനും നാച്ചുറൽ എന്നാണ് അവരുടെ വാദം. ഞാനും ഒരു 2 കല്ല് തമ്മിൽ സെയിം അല്ലല്ലോ. 2 ആ, കല്ല് ഈക്വൽ അല്ലല്ലോ. 2 കൈ ആ, ഈക്വൽ അല്ലല്ലോ. ഒരിക്കലുമില്ല. പക്ഷെ ഇത് 2 കൈ ഈക്വൽ ആണോ 2 കല്ല് ഈക്വൽ ആണോ എന്ത് സെക്കൻഡറി. നമ്മൾ നടത്തുന്ന സിസ്റ്റം ബേസിക്കലി ഒരാൾ വേറൊരാളെ ഇങ്ങനെ അടിച്ചമർത്തുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ രണ്ടുപേരും ഈക്വൽ അല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഈക്വൽ അല്ലല്ലോ. മാത്രമല്ല എങ്ങാനും ഈക്വൽ ആക്കാൻ ശ്രമിച്ചാൽ അത് ഫാസിസമാണ് താനും. അങ്ങനെ കൂടി പറയും. ഫാസിസമാണ്. അതെ. ഒരു അടിമത്ത വ്യവസ്ഥയിൽ എങ്ങനെയായിരിക്കും? ഇപ്പൊ അടിമത്ത വ്യവസ്ഥ നമ്മൾ പറയുക ഒരാളെ അടിമയാക്കി വെച്ചേക്കാണ്, അത് മോശമല്ലെന്ന് പറഞ്ഞാൽ അപ്പോഴും അവർ ചിലപ്പോൾ ഇതൊക്കെ തന്നെ പറയായിരിക്കും. കാരണം എല്ലാവരും ഈക്വൽ അല്ലോ, എല്ലാ റേസും ഈക്വൽ അല്ലോ, ചിലവര് രണ്ട് അത് കറുത്തവനും അത് വെളുത്തവനും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എത്രത്തോളം ഇതായതുകൊണ്ട് പറയില്ലായിരിക്കാം. പക്ഷെ ഈ അന്ന് മറ്റേ പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു ലിബറലിസത്തിന് തുടക്ക കാലഘട്ടത്തിൽ ലിബറലിസം എന്ന് പറഞ്ഞ വ്യക്തി സ്വാതന്ത്ര്യം എല്ലാവർക്കും ബാധകമായിരുന്നില്ല. ടാക്സ് പേ ചെയ്യുന്ന റിച്ച് വൈറ്റ് മെന്നിന് മാത്രം ബാധകമായിട്ടുള്ള സാധനമായിട്ടാണ് ലിബറലിസത്തിന് തുടക്കം വന്നിട്ടുള്ളത് യൂറോപ്പിൽ ഇത് വന്നപ്പോൾ. എനിവേ ഈ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വലതുപക്ഷവാദികൾ ഈ ഇനിക്വാളിറ്റി ഒരു പ്രശ്നമാണെന്ന് കാണുന്നില്ല. പിന്നെ ഇതിനകത്ത് ഇത് ആരാണ് കാണേണ്ടതെന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇതൊരു പ്രശ്നമാണെന്ന് അക്നോളജ് ചെയ്യുകയും ഇതിന്റെ സൊല്യൂഷൻസ് പറയുകയും ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് ഒരു വലിയ വിഭാഗം ആൾക്കാർ ഒരു ലിബറൽ, ഇതിന് രണ്ടിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു ലിബറൽ വിഭാഗം ആൾക്കാർ, അത് ലിബറലിസം ആണല്ലോ നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫിലോസഫി. അത് വലതുപക്ഷത്തോട് ചാഞ്ഞ് നിൽക്കുന്ന ഒരു നിഷ്പക്ഷേഷ് കുമാർ നിഷ്പക്ഷേഷ അപ്പൊ അപ്പൊ പലരും സ്വയം അവർ ഇടതുപക്ഷമാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവര് പോലും ഈ പ്രശ്നം അക്നോളജ് ചെയ്യാറില്ല. അവര് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ഓക്കെ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നമുക്ക് ആ പ്രശ്നം ഇതൊരു വലിയ പ്രശ്നമാണോ? കാരണം നമുക്ക് ഇപ്പൊ ഈ ജോലി ഇപ്പൊ എംപ്ലോയർ റിലേഷൻഷിപ്പിനൊക്കെ പറയാം, നമുക്കൊരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ലിബറലിസം വ്യക്തിക്ക് ആ ജോലി വിട്ടുപോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഈ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു വോളണ്ടറി റിലേഷൻഷിപ്പ് അല്ല. അങ്ങനെയാണ് നമുക്ക് സെല്ല് ചെയ്യുന്നത്. ഇവർ ക്യാപിറ്റലിസം വിൽക്കുന്ന ആൾക്കാർ പറയുന്നത്, നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരു ജോലി നീ ചെയ്യണ്ട, നീ വേറെ എന്തെങ്കിലും പരിപാടി നോക്കെന്ന് പറയും. പക്ഷെ ഈ ഓപ്ഷൻ എല്ലാവർക്കും ഇല്ല. സ്വന്തമായി ക്യാപിറ്റൽ കയ്യിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ബിസിനസ് എന്തെങ്കിലും ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. പിന്നെ ഈ പറയുന്നത് പോലെ ഇത് ഒരു വോളണ്ടറി റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിന്റെ ടേംസ് നമുക്ക് ഇങ്ങോട്ടാണ് തരുന്നത് സൈൻ ചെയ്യാൻ, അല്ല നമ്മൾ എഴുതി അങ്ങോട്ടേക്ക് ഇതാണ് എന്റെ ടേംസ് നീ സൈൻ ചെയ്യടാ എന്ന് എംപ്ലോയറിനോട് പറയുകയല്ല. 99.9% ഓഫ് ദ ടൈം അവർ ഇങ്ങോട്ടേക്കാണ് ടേംസ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അവരുടെ ടേംസിൽ നമ്മളാണ് വർക്ക് ചെയ്യുന്നത്. കാരണം അപ്പൊ അത് തന്നെ ഒരു ഇംബാലൻസ് ആണ്. ഇവർ സെല്ല് ചെയ്യുന്ന പോലെ ഒരു വോളണ്ടറി റിലേഷൻഷിപ്പ് അല്ല അത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ ഒരിക്കലും എംപ്ലോയിക്ക് ആ പ്രോഫിറ്റിന്റെ ഷെയർ എംപ്ലോയർ കൊടുക്കില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് അത് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ സിസ്റ്റത്തിൽ പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഈ സിസ്റ്റത്തിൽ ഒരിക്കലും അങ്ങനെ ക്യാപിറ്റൽ മുടക്കി ആരും വരില്ല, അവർക്ക് ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇനിക്വാളിറ്റി മസ്റ്റ് ആണ്. അപ്പൊ ഇനി ഇതൊരു പ്രോബ്ലം ആണ് എന്ന് അക്നോളജ് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ ലെഫ്റ്റിലുള്ള ആൾക്കാരാണ് ഇത് അക്നോളജ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്, ഇത് നമ്മൾ പരിഹരിക്കണം, ഇത് ഫെയർ അല്ല എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഈ ക്യാപിറ്റൽ കയ്യിലുള്ളവർക്ക് മാത്രം സൗകര്യപ്രദമായി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലോകമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എല്ലാവർക്കും ഈ റിസോഴ്സസിലേക്ക് ഈക്വൽ ആയിട്ടുള്ള ഷെയർ കിട്ടേണ്ട ഒരു ലോകമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? ഈ ഇൻകം ഇനിക്വാളിറ്റി വരുമ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ വലതുപക്ഷവാദികളുടെ ഒരു തമാശ സൊല്യൂഷൻ ഉണ്ട്. അവർ പറയും മോർ ഫ്രീ മാർക്കറ്റ് വന്നാൽ എല്ലാം ശരിയാകും, അപ്പോ മോണോപ്പൊളീസ് പിന്നെ വരില്ല എന്നൊക്കെ പറഞ്ഞോളെ. അതായത് കൂടുതൽ അടിമത്തം മാറാൻ കൂടുതൽ ഉടമകൾ വരട്ടെ. അവരുടെ വാദം ഇതാണ്. അതായത് ഇപ്പൊ എവിടെയെങ്കിലും ഒരു കുത്തക മുതലാളി, ഇപ്പം ഓയിൽ ഇൻഡസ്ട്രിയിൽ അംബാനി ഭയങ്കര ഒരു കുത്തകയായിട്ട് നിൽക്കുന്നു. അവർ പറയും നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചും കൂടി ഫ്രീ ആക്കണം മാർക്കറ്റ്, അപ്പൊ കൂടുതൽ ന്യൂ പ്ലേയേഴ്സ് വരും, കോമ്പറ്റീഷൻ വരും, അപ്പൊ അംബാനിക്ക് കുത്തകയായി നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ യഥാർത്ഥം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രീ ദ മാർക്കറ്റ് ഈ മോണോപ്പൊളി കൂടി വരികയാണ്. കാരണം ഫ്രീ മാർക്കറ്റിൽ ആർക്കാണ് അഡ്വാൻറ്റേജ്? ഓൾറെഡി ക്യാപിറ്റൽ കയ്യിലുള്ള, ഓൾറെഡി സോഷ്യൽ ക്യാപിറ്റൽ കയ്യിലുള്ള, ഓൾറെഡി മണി പവർ ഇസിക്കൽ ടു പൊളിറ്റിക്കൽ പവർ, അത് കയ്യിലുള്ള ആൾക്കാർക്കാണ് അവിടെ അഡ്വാൻറ്റേജ് ഫ്രീ ആകും തോറും. അപ്പൊ ആ അഡ്വാൻറ്റേജ് വെച്ച് അവർ വീണ്ടും മോണോപ്ലൈസ് ചെയ്യാൻ അത് അവിടെ അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ഇവർ പലപ്പോഴും പറയാറുണ്ട് കൂടുതൽ മാർക്കറ്റിനെ ഫ്രീ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുത്തക മാറുന്നു. പക്ഷെ എനിക്ക് ഒരിക്കലും മനസ്സിലായി ഇത് എങ്ങനെയാണ്, എന്ത് ലോജിക്കിലാണ് ഇവർ ഇത് പറയുന്നത്? കാരണം ഇപ്പം രാജേഷ് ഒരു കുത്തകയാണ്, അസ്യൂം ദാറ്റ് രാജേഷ് ഇപ്പം ഓയിൽ ഇൻഡസ്ട്രി തന്നെ. അപ്പം രാജേഷ് ഒരു കുത്തകയാണെങ്കിൽ എന്താണ്, രാജേഷിന് പൊളിറ്റിക്കൽ ഫ്രണ്ട്സ് ഉണ്ട്, കോൺടാക്ട്സ് ഉണ്ട്, ഒരു എംപയർ ഉണ്ട്, കമ്പനി ഉണ്ട്, അതിന്റെ കമ്പനിയുടെ നോളജ് ഉണ്ട്, ഓൾറെഡി എക്സിസ്റ്റിംഗ് എക്കണോമിക് റിലേഷൻസ് ഉണ്ട്, ഫൈനാൻസ് ചെയ്യാൻ ആളുണ്ട്, ട്രസ്റ്റ് ഉണ്ട്. കാരണം ഓൾറെഡി യു ആർ ഇൻ ദ ബിസിനസ്. അപ്പോൾ ഞാൻ വരികയാണ്, ഞാൻ ഒരു ഫ്രഷ് ആയിട്ട് ഒരാൾ വന്നിട്ട് പറയുകയാണ് എനിക്ക് ഓയിൽ ബിസിനസ് ചെയ്യും, എനിക്ക് ആര് പൈസ തരും? ഇപ്പൊ ഈ പറയുന്ന എത്ര രൂപയായിട്ട് ഈ പറയും എനിക്ക് ജീവനെ ബ്രേക്ക് ചെയ്യണം, എനിക്ക് ജീവനെ തോപ്പിക്കണം, എനിക്ക് ലോൺ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ലോൺ തരുമോ?
പക്ഷെ അംബാനിയുടെ മോൻ ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും അവൻ അംബാനിയുടെ മോനാണ്, അവന്റെ കമ്പനി, അവന്റെ അച്ഛന്റെ കമ്പനി ഇതാണ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ അംബാനിയുടെ മോന് വേണമെങ്കിൽ കൊടുക്കും. ലോൺ മാത്രമല്ല, ഇത് വെഞ്ചർ ക്യാപിറ്റലിസം. ആൾക്കാരെ ആര് ഫണ്ട് ചെയ്താലും മതി, ആരെങ്കിലും ക്യാപിറ്റൽ മുടക്കിയാൽ മതി. ക്യാപിറ്റൽ മുടക്കുന്ന ആരാണ്? ക്യാപിറ്റൽ കൈവശമുള്ള കുത്തക മുതലാളിമാർ. വീണ്ടും അവരുടെ കയ്യിലോട്ടാണ് പോകുന്നത്. നമുക്കൊരു ഭയങ്കര ഇവർ പറയും, നമ്മൾ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ കൊണ്ടുവന്നാൽ മതി. ശരി, ഇന്നോവേറ്റീവ് ഐഡിയ ഞാൻ കൊണ്ടുവരാം, എന്റെ കയ്യിൽ പക്ഷെ പൈസ ഇല്ല. ആരാണ് പൈസ കൊണ്ടുവരുന്നത്? മസ്ക് ആയിരിക്കും കൊണ്ടുവരുന്നത്. എന്നിട്ട് മസ്ക് അവന്റേതാണെന്ന് പറഞ്ഞിട്ട് നാളെ ഞാൻ റോഡിൽ കിടക്കും. ഇത് ഞാനാണ് കണ്ടുപിടിക്കുന്നത് മസ്ക്. അവര് നമ്മുടെ അക്വയറി എന്നിട്ട് അവര് ഞാൻ കണ്ടുപിടിച്ച സാധനം എന്ന് പറയുന്നത്. ഞാൻ ദിസ് ഇസ് ദ പോയിന്റ്. അപ്പം ഈ ആക്ച്വലി നടക്കുന്ന കാര്യങ്ങൾ ഇവർ ഏതോ സൂപ്പർഫിഷ്യൽ ലോകത്ത് ഇരുന്നിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ഈ ഒരു സംഭവം ബേസിക്കലി എന്തുകൊണ്ടായിരിക്കും ഈ GDP പെർ ക്യാപിറ്റ പോലുള്ള തരികളൊക്കെ കാണിച്ചിട്ട് ഈ ബേസിക് പ്രശ്നങ്ങൾ, അതായത് ആക്ച്വലി മനുഷ്യർക്ക് ഈ നിങ്ങൾ ഈ പറഞ്ഞ എന്താ പറയുക, ബൂസ്റ്റ് ചെയ്ത നമ്പേഴ്സ് ഒന്നും ആളുകളുടെ ജീവിതത്തിൽ ഒന്നും ബാധിക്കാത്ത കുറെ നമ്പേഴ്സ് 90% ഇന്ത്യയിലെ 90% പോപ്പുലേഷൻ ഒറ്റയടിക്ക് ഇൻവാലിഡേറ്റ് ചെയ്തു. 90% ഇത് കാണുന്ന, പക്ഷെ ഇത് ബേസിക്കലി ഇതിന്റെ പോയിന്റ് എന്താ വെച്ചാൽ ഇത് കാണുന്നത് കൂടുതലും ഈ 10% ആളുകളാണ്. മനസ്സിലായില്ലേ? അവർക്ക് ഇത് ഓക്കെയാണ്. ഈ ഇത്തരം വീഡിയോസ് കൂടുതൽ കാണുന്നവരായിരിക്കും ആ 10%-ഉള്ളവരായിരിക്കും. അവരെ കാണുമ്പോ ഓക്കെ, കാരണം ഇവിടെ സ്വർഗമാണ്. മനസ്സിലായി? കാരണം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ടല്ലോ, എടാ ഗിരീഷ്, നിനക്ക് 10 ലക്ഷം ഇല്ലേ, നിനക്ക് 8 ലക്ഷം ഈ ടോപ്പ് 10%-ലുള്ള ആളുകളാണ് ഇത്തരം വീഡിയോസ് കാണുന്ന പോലും. ബാക്കിയുള്ളവരെല്ലാം അവരുടെ തെട്ടത്തിലായിരിക്കും. ഭൂരിപക്ഷം ആളുകൾ ടോപ്പ് 10%. അപ്പൊ ടോപ്പ് 10% ഇരിക്കുന്ന ആളുകൾക്ക് തോന്നും, യെസ്, ഞങ്ങളെല്ലാം മിഡിൽ ക്ലാസ് ആണ്, ഇന്ത്യ വളരുന്നു, നമുക്ക് എല്ലാവർക്കും എനിക്ക് 10 ലക്ഷം ഉണ്ട്, അപ്പം ഇന്ത്യ വളരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഈ ഇതിന്റെ സൊല്യൂഷൻ, അതായത് റൈറ്റ് വിങ് പ്രപ്പോസ് ചെയ്യുന്ന സൊല്യൂഷൻ, മോർ ഫ്രീ മാർക്കറ്റ് എന്നുള്ള സൊല്യൂഷൻ, അത് വർക്കാവില്ല. ഇനി ഇത് നമ്മൾ വെറുതെ പറയുന്നൊന്നല്ല, ഇത് കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. ഇപ്പം തോമസ് പിക്കറ്റിയുടെ ക്യാപിറ്റൽ പോലെയുള്ള പുസ്തകങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള, അതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു തിയറി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ക്യാപിറ്റൽ എന്ന് പറയുന്ന സംഗതി ഇറ്റ് ഗ്രോസ് എക്സ്പോണൻഷ്യലി. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാപിറ്റൽ മണി ഗ്രോസ് എക്സ്പോണൻഷ്യലി, ക്യാപിറ്റൽ. അപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, R greater than G എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ അത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ ഗ്രോത്ത് ഓഫ് ദി എക്കോണമി. അതാണ് ആ ഇക്വേഷന്റെ അർത്ഥം. സംഭവം ഇത്രേ ഉള്ളൂ. അത് നമ്മൾ ഒരു എക്കോണമിയിൽ ഒരു പണം നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ആ എക്കോണമിയുടെ ആക്ച്വൽ ഗ്രോത്ത്. എക്കോണമിയുടെ ആക്ച്വൽ ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി GDP ഗ്രോത്ത് അനുസരിച്ച് ഒരു വ്യക്തിയുടെ ഇൻകത്തിൽ ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത് എപ്പോഴും GDP ഗ്രോത്ത് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ ഗ്രോത്തിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ക്യാപിറ്റൽ കൈവശമുള്ളവന് ഇത് എക്സ്പോണൻഷ്യലി ഈ ക്യാപിറ്റൽ സിസ്റ്റത്തിൽ ഇട്ട് കഴിഞ്ഞാൽ, ഇത് പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണുള്ളത്. എന്നാൽ ഈ ലേബർ കൈമുതലായിട്ടുള്ള ക്യാപിറ്റൽ കയ്യിലില്ലാത്ത ആൾക്കാർ 90-95% വരുന്ന മനുഷ്യർ, അവരെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യണം, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ക്യാപിറ്റൽ വെച്ച് ചെറിയ ബിസിനസ് ചെയ്യണം. ക്യാപിറ്റൽ സൊല്യൂഷൻ, അതായത് മോർ ഫ്രീ മാർക്കറ്റ്, അത് നമുക്ക് ഇനിക്വാളിറ്റി കുറയ്ക്കുമെന്ന് പറയുന്നത് ഈ പിക്കറ്റിയെ പോലെയുള്ളവരുടെ ഇതൊരു ഫൈൻഡിങ് വെച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഇത് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കും തോറും കൂടുതൽ ക്യാപിറ്റൽ അക്യുമുലേറ്റ്സ് എക്സ്പോണൻഷ്യലി, വൈൽ എക്കോണമിയുടെ ഗ്രോത്ത് അനുസരിച്ച് ശമ്പളം ആരുടെയും വർദ്ധിക്കുന്നില്ല. ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി അടുത്ത സൊല്യൂഷൻ ഉണ്ട്, അതാണ് നമ്മൾ ഒന്ന് ശ്രദ്ധയോടെ നമ്മൾ നോക്കേണ്ട ഒരു സൊല്യൂഷൻ. അതെന്താണെന്ന് വെച്ചാൽ, ഈ നടുക്ക് നിൽക്കുന്ന ലിബറൽ ന്യൂട്രേഷ് ആൾക്കാരുടെ സൊല്യൂഷനാണ്. അവരുടെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഇത് പറയുമ്പോൾ പലരും അത് വളരെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇടതുപക്ഷ ചിന്തയായിട്ട് ആൾക്കാർ കാണുന്ന സൊല്യൂഷനാണിത്. അതെന്താണെന്ന് വെച്ചാൽ പ്രോഗ്രസീവ് ടാക്സേഷൻ എന്നുള്ളതാണ്. പ്രോഗ്രസീവ് ടാക്സേഷൻ നമ്മളും പറയുന്നുണ്ട്, കാരണം ഈ സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ പ്രോഗ്രസീവ് ടാക്സേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇസ് ഇറ്റ് ആക്ച്വലി ഗോയിങ് ടു അഡ്രസ് ദ പ്രോബ്ലം ഓഫ് ഇൻകം വെൽത്ത് ഇനിക്വാലിറ്റി എന്ന് ചോദിച്ചാൽ നെവർ എന്നുള്ളതാണ് ഉത്തരം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രോഗ്രസീവ് ടാക്സേഷൻ അല്ലെങ്കിൽ ലേബർ നിയമങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും റെഗുലേഷൻ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ കത്തിക്കുത്ത് കൊണ്ട് കിടക്കുന്നവന് ബാൻഡേഡ് ഇടുന്ന പരിപാടിയാണ്. ഇതുകൊണ്ട് ഈ ഇൻകം ഇനിക്വാളിറ്റി അല്ലെങ്കിൽ ഈ ഗിനി കോഎഫിഷ്യന്റിന്റെ ആ ഒരു തോത് ഒന്ന് കുറയ്ക്കാൻ സാധിക്കും, ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ കവിഞ്ഞ് ഇത് ഒഴിവാക്കാൻ സാധിക്കില്ല. ഈ സംഗതി ഒഴിവാക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഉദാഹരണം ബാൻഡേഡ് പ്രോഗ്രാമാണ്, പരിപാടിയാണ് ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ പ്രോഗ്രസീവ് ടാക്സേഷൻ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ, പ്രോഗ്രസീവ് ടാക്സേഷൻ പല സ്ഥലത്ത് ഓൾറെഡി നിലനിൽക്കും. ഇപ്പൊ കാനഡ പോലുള്ള രാജ്യങ്ങൾ ഓൾറെഡി ഉണ്ട്. പക്ഷെ ഇവിടെ ഇൻകം ഇനിക്വാളിറ്റി ഇല്ലേ? ഉണ്ട്. ഇവിടെ ഇൻകം ഇനിക്വാളിറ്റിക്ക് അതുകൊണ്ട് കാര്യമായ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോഗ്രസീവ് ടാക്സേഷൻ എപ്പോഴും നമുക്ക് ഈ ഇതിനകത്ത് ഈ ടാക്സ് ഇവേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ടാക്സ് ഹേവൻസ് ആൾക്കാർ കണ്ടെത്തും. മാത്രമല്ല, ഈവൻ ദോ ടാക്സ് കൃത്യമായിട്ട് കൊടുത്താൽ പോലും ഈ പറയുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ഈ പിക്കറ്റിയുടെ ഇത് വെച്ചിട്ട് എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ നോക്കിയാലും ഇത് ഒരു ബാൻഡേഡ് ഇടുന്ന പരിപാടി മാത്രമാണ്. ഒരിക്കലും
ഈ ഇൻകം ഇനിക്വാളിറ്റി എന്നുള്ള പ്രശ്നത്തിനെ ഇത് സോൾവ് ചെയ്യുന്നില്ല. ഇത് കുറയ്ക്കുന്നുണ്ട്, അതിന്റെ തോത് കുറയ്ക്കുന്നുണ്ട് എന്നുള്ളത് കവിഞ്ഞ് ഇത് സോൾവ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ലിബറൽ ആയിട്ടുള്ള ഈ ഒരു സൊല്യൂഷനും ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് സൊല്യൂഷൻ. ഇറ്റ് ഇസ് എ സൊല്യൂഷൻ പക്ഷെ നോട്ട് എ പെർഫെക്റ്റ് ഗുഡ് സൊല്യൂഷൻ. അപ്പൊ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ എന്താ പറയുക, ശാശ്വതമായ ഒരു പരിഹാരം എന്താണ് എന്നുള്ളത്. ശാശ്വതമായ പരിഹാരം ഒന്നേ ഉള്ളൂ, വി ഹാവ് ടു ഡംപ് ക്യാപിറ്റലിസം ഇൻ ദ ട്രാഷ് ബിൻ. ക്യാപിറ്റലിസം സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇനവിറ്റബിൾ ആണ്. നമുക്ക് ആ സിസ്റ്റം പറ്റില്ല. ആ സിസ്റ്റം അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവണം. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമുക്ക് കുറെ പരിമിതികളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ നമ്മൾ ചിന്തിക്കുന്നത് പഠിക്കുന്നത് യു ഡു ഹാർഡ് വർക്ക്. ഇഫ് യു ഡു ഹാർഡ് വർക്ക് ആൻഡ് യു സക്സീഡ് യു വിൽ ബി റിവാർഡഡ്. അതല്ല, നീ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, നീ ഉഴപ്പനാണെങ്കിൽ യു വിൽ ബി പണിഷ്ഡ്. ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ സ്കൂളിൽ നിന്ന് പുറത്ത് ജോലിയിലേക്ക് നമ്മൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു സിസ്റ്റമാണ് വരുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് ഹസിൽ ചെയ്ത് നമ്മൾ ആ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയുടെ പാർട്ടായിട്ട് നിൽക്കും തോറും യു വിൽ ബി റിവാർഡ്. പക്ഷെ ഇതിനകത്തേക്ക് ഇതിന്റെ ഈ ക്യാപിറ്റൽ കയ്യിലില്ലാത്ത, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ ബയോളജിക്കൽ സ്കില്ലോ അങ്ങനെയുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള സോഷ്യൽ ക്യാപിറ്റൽ ആവട്ടെ, പ്രിവിലേജസ്, ക്ലാസ് പ്രിവിലേജസ് ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചോളം അവര് ഈ ഗെയിമിൽ, ഈ ഒരു കോമ്പറ്റീഷനിൽ പിന്തള്ളപ്പെട്ടു പോകും, നാച്ചുറലി പിന്തള്ളപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും നോക്കിയാലും ഈ വെൽത്ത് ഇനിക്വാളിറ്റിയുടെ കണക്ക് നമ്മൾ കാസ്റ്റ് അല്ലെങ്കിൽ റേസ് ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഗ്രേഡിങ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ആരുടെ കയ്യിലാണ് ഈ ക്യാപിറ്റൽ അക്യുമുലേറ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ സവർണ ഗ്രൂപ്പ്സിന്റെ കയ്യിലാണ്. ഒപ്രസ്ഡ് വിഭാഗങ്ങൾ എപ്പോഴും അവിടെയും പുറകിലാണ് നിൽക്കുന്നത്. അതിന്റെ കാരണം കഴിവില്ലാത്തത് കൊണ്ടോ ഇൻട്രസ്റ്റ് ഇല്ല, ഈ റൈറ്റ് വിംഗ് ആൾക്കാർ പറയുന്ന പോലെ അതുകൊണ്ടൊന്നും അല്ല. ഈ സിസ്റ്റം അങ്ങനെയാണ്. ഈ സിസ്റ്റം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് പെർപ്പച്വേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സിസ്റ്റം ഒഴിവാക്കാതെ നമുക്ക് ഈ ഇൻകം ഇനിക്വാളിറ്റി, വെൽത്ത് ഇനിക്വാളിറ്റി എന്നുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് പ്രതീക്ഷ നേരത്തെ പറഞ്ഞ മറ്റേ ഇൻകം ഇനിക്വാളിറ്റി ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം, അതല്ലേ പ്രതീക്ഷ നേരത്തെ പറഞ്ഞേ, ഉണ്ടെങ്കിൽ എന്താ എല്ലാവർക്കും പട്ടിണിയൊന്നും ഇല്ലല്ലോ എന്നുള്ളത് അല്ലേ? സൗണ്ട് ഇല്ല. ഇവരെപ്പോഴും പറയാറുണ്ട് ഈ ഇൻകം ഇനീക്വാലിറ്റിയെ കുറിച്ച് നിങ്ങൾ പറയുന്നത് കോടീശ്വരോടുള്ള ഒരു അസൂയ കാരണമാണ്. കാരണം അവരുടെ ഒരു ട്രംപ് കാർഡായിട്ടാണ് വരുന്നത്. കണ്ടോ, നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഇൻകം ഇനീക്വാലിറ്റിയെ കുറിച്ച് പറഞ്ഞത് ഞങ്ങൾക്ക് അറിയാം. ബിക്കോസ് യു ഹേറ്റ് റിച്ച് പീപ്പിൾ. പൈസ ഉള്ളവനെ കാണുമ്പോൾ നിങ്ങൾക്ക് കടിയാണ്, ചൊറിയാണ്, അസൂയാണ്. അതാണ് അങ്ങനെയാണോ? ലൈക്ക് ഇപ്പൊ പൈസ ഉള്ളത് കൊണ്ട് എന്താണ്, ഇപ്പൊ എനിക്ക് എന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പൈസ ഉള്ളവനെ കാണുമ്പോൾ നമുക്ക് അസൂയ വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എന്തുകൊണ്ടാണ് അപ്പം ഈ പൈസ ഉള്ളവനെ കാണുമ്പോൾ സോ കോൾഡ് ചൊറി, അസൂയ എന്ന് പറയുന്ന ഇൻ ഡബിൾ കോട്ട്സ് വരുന്നത് എന്താണ്? വാട്ട് ഈസ് ദ പ്രോബ്ലം? ഐ മീൻ വാട്ട് ഈസ് ഇൻഹറന്റ് പ്രോബ്ലം വിത്ത് ഇൻകം ഇനീക്വാലിറ്റി? സ്പിരിറ്റ് ലെവൽ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഇറങ്ങിയ 2011 അല്ലെങ്കിൽ 2010 ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു പുസ്തകമാണ് സ്പിരിറ്റ് ലെവൽ എന്ന് പറഞ്ഞ പുസ്തകം. അത് ബേസിക്കലി ആ പുസ്തകം ഒരു പ്രത്യേകതരം പുസ്തകമാണ്. ആ പുസ്തകം മൊത്തം ഗ്രാഫുകളും ഡാറ്റയാണ്, ഫുൾ ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് ഡാറ്റ ആ പുസ്തകം. ബേസിക്കലി ആ പുസ്തകം അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യനാണ്, എന്താണ് ഈ നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് പട്ടിണിയില്ലായിരുന്ന പോലെ. ഇപ്പൊ ഉദാഹരണത്തിന് ചില ആൾക്കാരുടെ ഒരു ഉദാഹരണമുണ്ട്. പണ്ട് മറ്റേ സാമൂതിരി രാജാവ്, പുള്ളിക്ക് ഫാൻ ഉണ്ടായിരുന്നു, പുള്ളിക്ക് മലമ്പനി വന്നാൽ ചികിത്സിക്കാൻ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, പുള്ളിക്ക് ഇരിക്കാൻ നല്ല കുഷ്യനുള്ള നല്ല റിക്ലൈനർ ഉണ്ടായിരുന്നു, AC ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. പക്ഷെ നിനക്കതൊക്കെ ഇല്ലേ? അപ്പൊ നീ എത്ര റിച്ച് ആണെന്ന് ആലോചിക്കൂ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ബേസിക്കലി ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സിസ്റ്റത്തിൽ പട്ടിണി ഇല്ലാതെ ജീവിച്ചാൽ, അല്ലെങ്കിൽ അത് പോരെ, ബെയർ മിനിമം വെച്ച് ജീവിച്ചാൽ പോരെ. ഒരു സ്ഥലത്ത് ഇൻകം അക്യുമുലേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിന്റെ നീ വൈ ആർ യു വെറിഡ് അബൌട്ട് ഇറ്റ്, നിനക്ക് അസൂയാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഈ സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിനകത്ത് കൃത്യമായി ഈ ഇൻകം ഇനിക്വാലിറ്റി കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആക്ച്വൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് കാണിക്കുന്നത്. അത് ബേസിക്കലി അതിന്റെ സ്റ്റഡി എങ്ങനെ വെച്ചാൽ US-ലെ വിവിധ സ്റ്റേറ്റ്സിനെ പരസ്പരം കമ്പയർ ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം US-നെ ഡിഫറെന്റ് കൺട്രീസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. എല്ലാ ഡാറ്റയിലും അവർ കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻകം ഇനിക്വാളിറ്റിയും ലൈഫ് എക്സ്പെക്ടൻസിയുമായിട്ട് ലിങ്ക് ഉണ്ടെന്നുള്ളതാണ്. അതായത് കൂടുതൽ ഇൻകം ഉള്ള ആൾക്കാർക്ക് കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ട്. കൂടുതൽ ഇൻകം ഉള്ള ആൾക്കാർക്ക്, കൂടുതൽ ഇൻകം / വെൽത്ത് ആണ് ഉദ്ദേശിക്കുന്നത്, കൂടുതൽ ഇതുള്ള ആൾക്കാർക്ക്, കൂടുതൽ പണം കയ്യിലുള്ള ആൾക്കാർക്ക് അവർ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. കൂടുതൽ പണം കയ്യിലുള്ള ആൾക്കാരുടെ കുട്ടികൾ, അവരുടെ സൈക്കോളജിക്കൽ ഇത് നോക്കുമ്പോൾ അവരുടെ വെൽബീങ് ഹൈ ആയിരിക്കും. അവർക്ക് ലഭിക്കുന്ന എഡ്യൂക്കേഷന്റെ ലെവൽ ഹൈ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഏത് ഇൻഡെക്സ് എടുത്ത് നോക്കിയാലും ഈ ഇൻകം ഇനിക്വാളിറ്റി അനുസരിച്ച് ഇതിന്റെ താഴെയുള്ള മനുഷ്യർ, ഇപ്പം നമ്മൾ ഇന്ത്യയിലെ 90% വരുന്ന മനുഷ്യരുടെ കാര്യം വെച്ച് ചോദിക്കുകയാണെങ്കിൽ കമ്പയർഡ് ടു ദാറ്റ് 10% അവരുടെ ജീവിതം മോശമാണ്. അപ്പൊ നമ്മളപ്പോ പറയുന്നത് എന്താണ്, നിനക്ക് പണ്ടത്തെ പോലെ പട്ടിണിയൊന്നും ഇല്ലല്ലോ, നിനക്കിപ്പോ ഫാൻ ഇല്ലേ വീട്ടിൽ, പിന്നെന്താ നീ കംപ്ലൈന്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ വൈ ആർ യു നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ബെയർ മിനിമം എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. മനുഷ്യരുടെ ലൈഫിന് ഇൻഹറന്റ് ആയിട്ടൊരു വാല്യൂ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല. നിനക്ക് കിടപ്പാട് ഇല്ലേ, പിന്നെന്തിനാണ് നീ ബാക്കിയുള്ള 10% ആൾക്കാർ, കുറച്ച് ലൈഫ് എക്സ്പെക്ടൻസി കുറഞ്ഞാൽ എന്താ, ഒരു 5 വർഷം കുറച്ച് ജീവിച്ചാൽ എന്താണ് നിനക്ക് കുഴപ്പം, കുറച്ച് നിന്റെ എഡ്യൂക്കേഷൻ കുറഞ്ഞാൽ എന്താണ് കുഴപ്പം, കുറച്ച് നിന്റെ ന്യൂട്രീഷൻ കുറഞ്ഞാൽ എന്താ കുഴപ്പം, നിന്റെ കുട്ടിക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടിയില്ല എന്താണ് കുഴപ്പം എന്നാണ് പറയുന്നത്. ദിസ് ഇസ് നോട്ട് ഫെയർ.
നീ അതാണ് സർവൈവ് അതാണ് ചെയ്യുന്നുണ്ടല്ലോ. ഏ, ആ എങ്ങനെയെങ്കിലൊക്കെ ആ, സർവൈവ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. ഈ ഇൻകം ഇനിക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ഫെയർ സിസ്റ്റം. നമുക്ക് വേണ്ടത് അതല്ല. നമ്മൾ എല്ലാ മനുഷ്യ ജീവനും നമ്മൾ വില കൊടുക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആണ് നമുക്കുള്ളതെങ്കിൽ ഇത് നമുക്ക് ആക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ടാണ് ഇൻകം ഇനിക്വാളിറ്റി പ്രോബ്ലം ഉണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇൻകം ഇനിക്വാളിറ്റി പെർപെച്വേറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ സിസ്റ്റത്തിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത്. എനിക്കിത് കൺക്ലൂഡ് അതായത് ചെയ്യാൻ അതായത് ഇത് അസൂയല്ല, ബേസിക്കലി ഇറ്റ്സ് എ ഹ്യൂമൻ റൈറ്റ്സ് പ്രോബ്ലം. ദിസ് ഇസ് നോട്ട് അബൌട്ട് ഇറ്റ്സ് അബൌട്ട് ഫെയർ, അസൂയ, ഇറ്റ്സ് അബൌട്ട് ജസ്റ്റിസ്. ജസ്റ്റിസ്. അതായത് ഒരു പൈസ ഉള്ളവൻ കൂടുതൽ കാലം ജീവിക്കുന്നു, പൈസ ഉള്ളവൻ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നു, പൈസ ഉള്ളവന് കൂടുതൽ എഡ്യൂക്കേഷൻ കിട്ടുന്നു, പൈസ ഉള്ളവന് കൂടുതൽ അറിവ് കിട്ടുന്നു, പൈസ ഉള്ളവന്റെ മക്കൾക്ക് കൂടുതൽ ഇതേ സംഭവങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. പണ്ടത്തെ ജാതി വ്യവസ്ഥ ഉണ്ടല്ലോ, അത് പണ്ടായിരുന്നെങ്കിൽ ഈ ജന്മനാ കിട്ടുന്നു. ഇപ്പോഴെന്താണ് ഈ ജന്മന തന്നെ ഇതിങ്ങനെ തലമുറയായിട്ട് ഈ പൈസ ഉള്ളവർ ഇങ്ങനെ കൈമാറ്റം ചെയ്ത് പോവുകയാണ്. കൈമാറ്റം ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ ന്യൂ വേർഷൻ ഓഫ് കാസ്റ്റിസം ഓക്കെ ആയാൽ പോരെ, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന പോലൊരു സംഭവമാണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത വിഷയങ്ങൾ എന്ന് പറയുന്നത് ബേസിക്കലി ഈ ക്യാപിറ്റലിസ്റ്റ് ഭക്തി മൂത്ത ആളുകൾ ഓരോ തക്കിട തരികിട നമ്പറുമായിട്ട് ഈ ഇവിടെ പ്രോഗ്രസ് നടന്നു എന്ന് പറയാൻ വേണ്ടി വരും. അതിലൊന്നാണ് ഈ GDP പെർ ക്യാപിറ്റ കാണിച്ചിട്ട് വേറൊരു കാര്യം ബേസിക്കലി പറഞ്ഞോട്ടെ, മോഡിജി 15 ലക്ഷം ആയിരുന്നു ഓഫർ ചെയ്തിരുന്നത്. എന്തായാലും അതെ 10 ലക്ഷം അതെ കിട്ടിയിട്ടുണ്ട്. മോദിജി എല്ലാരും ഹാപ്പി മോദിജി ആണല്ലോ. മോദിജിയെക്കാട്ടിലും 5 ലക്ഷം കുറവാണ് ആ, നമ്മുടെ കൊള്ളാം. യുക്തിവാദി നേതാവ്, യുക്തിവാദി വിളിക്കാൻ പറ്റില്ല, സ്വതന്ത്ര നേതാവ് പുള്ളി ഓഫർ ചെയ്തത് 5 ലക്ഷം കുറവാണ്. ബട്ട് ദിസ് ഇസ് ലൈക്ക് കൈൻഡ് ഓഫ് സ്റ്റുപ്പിഡ് ഐഡിയ. യു ആർ ഈ രാജ്യത്ത് നടക്കുന്ന ഗുഡ്സിന്റെയും പ്രൊഡക്ഷൻ സർവീസിന്റെയും ഒക്കെ ഒരു ആകത്തുക എടുത്തിട്ട് പോപ്പുലേഷൻ കൊണ്ടങ്ങ് ഹരിക്കുക. അതായത് ഈ ഹരിക്കുന്ന പോപ്പുലേഷൻ ഇതുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ, അവർക്ക് അതിന്റെ ഗുണം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കുന്നില്ല, ആക്ച്വലി ഇൻകം എത്ര ഉണ്ടെന്നും നോക്കുന്നില്ല. ബട്ട് യു ആർ ജസ്റ്റ് ഡിവൈഡിങ് ദിസ് ആൻഡ് ഷോയിങ്, ഓ നോക്കൂ. ദെൻ വേറൊരു കണക്ക് പർച്ചേസിംഗ് പവർ പാരിറ്റി വെച്ചിട്ട് കാണിക്കുകയാണ്. ആവറേജ് ഇൻകം എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. ഇവിടെ 90% ആളുകളുടെ 2 ലക്ഷത്തിൽ താഴെ ശമ്പളമുള്ള നമ്മുടെ ഇന്ത്യയിൽ എന്നുള്ള റിയൽ കണക്കുകളുള്ള സമയത്താണ് 10 ലക്ഷമാണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഉടായിപ്പുകൾ വെച്ചിട്ട് എന്തുകൊണ്ടായിരിക്കും കാണിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ റിയൽ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഇവിടുത്തെ ഈ റിയൽ പ്രശ്നങ്ങൾ സാധാരണ അതാണ് ഇത് കേൾക്കുമ്പോൾ പിന്നെ ആളുകൾ വിചാരിക്കും, ഓ അപ്പോൾ എനിക്ക് പട്ടിണിയായതപ്പം എൻ്റെ എന്തോ കഴിവിൻ്റെ പ്രശ്നമല്ല, എനിക്ക് കഴിവില്ലാത്ത അങ്ങനെ ഒരു സൈക്കോളജി ഉണ്ടാവും ആളുകൾക്ക്. ഇപ്പം ഞാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ പ്രശ്നമുണ്ട്, ഞാൻ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നു, എനിക്ക് ഇൻകം കൂടുന്നില്ല, ഇൻഫ്ലേഷൻ കാരണം എനിക്ക് സ്കൂളിൽ വിടാൻ പറ്റും, കാരണം എൻ്റെ ശമ്പളം കൂടി കഴിഞ്ഞ 10 കൊല്ലം എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ശമ്പളം കൂടിയ നിരക്കും എൻ്റെ ചെലവിൻ്റെ അതും പിന്നെ ഇൻഫ്ലേഷൻ ഒക്കെ വെച്ച് അപ്പോൾ അയാൾ വിചാരിക്കും, അപ്പോൾ അവൻ ഈ വീഡിയോ കാണുമ്പോൾ അവൻ വിചാരിക്കും, ചേടാ രാജ്യം പുരോഗമിക്കുന്നുണ്ടല്ലോ, എൻ്റെ എല്ലാവർക്കും ജീവിതത്തിൽ 10 ലക്ഷം കിട്ടുന്നുണ്ട്, എനിക്ക് മാത്രം എല്ലാവർക്കും 10 കിട്ടുന്നില്ലല്ലോ. ലക്ഷം വീതം. എനിക്കെന്തോ കുഴപ്പമുണ്ട്, ഞാനെന്തോ മണ്ടനായതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഒക്കെ അപ്സ്കിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇവൻ വീണ്ടും പോയിരുന്ന് കിടന്ന് കഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇവൻ രണ്ടും മൂന്നും ജോലി ചെയ്ത് ഇവന്റെ ജീവിതം കൊണ്ട് തുലയ്ക്കണം. അതിന് ഈ ക്യാപിറ്റലിസ്റ്റ് ഉണ്ടാക്കുന്ന ഓരോ നറേറ്റീവ് അത് അതേമാതിരി തന്നെ കോപ്പി അടിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആണ് എനിക്ക് പറയാനുള്ളത്. രാജേഷ് എന്തെങ്കിലും കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ്സ് ചെയ്യണം? എല്ലാരും 10 ലക്ഷം കൊണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക, അത്ര എനിക്ക് പറയാം. അതെ കുറച്ച് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും 10 ലക്ഷം ഉള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇന്ന് എൻഡ് ചെയ്യാം. അടുത്തൊരു വീഡിയോ വരെ നമുക്ക് അപ്പൊ ശരി, ബൈ.